സുഹൃത്തുക്കളെ, കാവ്യശിഖയുടെ കവിമുറ്റം ആരംഭിക്കുകയാണെന്ന് അതിന് ഔപചാരികമായി സ്വാഗതം പറയുന്നത് KG കണ്ണനാണ്. ആ സ്വാഗതത്തിന് മുന്നോടിയായിട്ട് മുള്ളനേഴി ടീമിൻ്റെയാണ് ഈ പ്രോഗ്രാം. ഇന്ന് മുള്ളനേഴി ടീമാണ് ഈ കവിമുറ്റത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത്. സ്വാഭാവികമായി മുള്ളനേഴി മാഷ് ഓർത്തുകൊണ്ട് മാഷയുടെ അനശ്വരമായ കവിതകളിലൊന്ന് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട തിയോ സി പാടുന്നതാണ്. തിയോയെ ക്ഷണിക്കുന്നു. ഇല്ലം നിറവല്ലം നിറ വട്ടി നിറ തൊട്ടി നിറ ചിങ്ങത്തിരുവോണത്തിനു പൊൻകതിരേവ ഇല്ലം നിറവല്ലം നിറവട്ടി നിറ തൊട്ടി നിറ ചിങ്ങത്തിരുവോണത്തിനു പൊൻകതിരേവ ഇല്ലം നിറവല്ലം വട്ടി നിറ തൊട്ടി നിറ ചിങ്ങത്തിരുവോണത്തിനു പൊൻകതിരേവ നീലവയൽ തുമ്പിൽ നിന്നും കിങ്ങിണിയും പാട്ടും കിട്ടിയ നീലവയൽ തുമ്പിൽ നിന്നും കിങ്ങിണിയും പാട്ടും കിട്ടി മലനാടും മലരുകളും ബലിപീഠമൊരുക്കിയിടുന്നു. മലനാടും മലരുകളും ബലിപീഠമൊരുക്കിയിടുന്നു. ഇല്ലം നിറവല്ലം വട്ടി നിറ തൊട്ടി നിറ ചിങ്ങത്തിരുവോണത്തിനു പൊൻകതിരേവ സ്വർണ്ണലരിപ്പൂ വിരിഞ്ഞോ മണ്ണായൊരു ദേവൻ വന്നു. ആ ആ ആ സ്വർണ്ണലരിപ്പൂ വിരിഞ്ഞോ മണ്ണായൊരു ദേവൻ വന്നു. കണ്ണീരും പുഞ്ചിരിയും കണ്ണീരും പുഞ്ചിരിയും കണ്ണീരും പുഞ്ചിരിയും കണി കാണാൻ നമ്മളുണർന്നു. കണി കാണാൻ നമ്മളുണർന്നു. ഇല്ലം വല്ലം നിറവട്ടി നിറ തൊട്ടി നിറ ചിങ്ങത്തിരുവോണത്തിനു പൊൻകതിരേവ ഇല്ലം നിറവല്ലം വട്ടി നിറ തൊട്ടി നിറ ചിങ്ങത്തിരുവോണത്തിനു പൊൻകതിരേവ ഇത് ഗ്രാമീണ ഗാനങ്ങളിലുള്ളൊരു സോങ്ങാണ്. വിദ്യാരംഭ മാഷാണ് മ്യൂസിക്, മുല്ലയ്യ മാഷാണ് വരികൾ എഴുതിയത്. യേശുദാസും സുജാതയും പാടികളും. താങ്ക്സ്. ഇല്ലം നിറ വല്ലം നിറ മനം നിറ എന്ന് പറഞ്ഞ് കലയും കലഹവും കവിതയും സ്നേഹവും കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന പ്രിയപ്പെട്ട മുല്ലനയുടെ ജന്മദിനം ആയിരുന്നു ഇന്നലെ. മുല്ലനെ ഓർത്തുകൊണ്ട് ഇന്നത്തെ കവിമുറ്റത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വാഗതം പറയുന്നത് കാവ്യശിഖയുടെ മൂപ്പന്മാരിൽ ഒരാളായ പ്രിയപ്പെട്ട KG കണ്ണനാണ്. സുഹൃത്തുക്കളെ, നമ്മൾ കാവ്യശിഖ നടത്തിയാറുള്ള കവിമുറ്റം പരിപാടിയിൽ ഇന്ന് മുള്ളനേഴി ടീമാണ് കവിമുറ്റം നടത്തുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട
വർഗീസാണ്ടി മാഷുണ്ട്, ആളുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ആ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ട രാവുണ്ണി മാഷ്, അതുപോലെ അംബിക ടീച്ചർ, തിയോ പൊടി, അതുപോലെ പ്രിയപ്പെട്ട വർഗീസാണ്ടി മാഷുടെ ഭാര്യ ഉണ്ട്, അങ്ങനെ ലീന, എല്ലാവരും ഉണ്ട്. ചാക്കോടി പറഞ്ഞു. അപ്പോൾ ആ പരിപാടിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട കാവിശിക എല്ലാ സൗഹൃദങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും ഇത് കാണണം, ഇത് പങ്കുവയ്ക്കണം. ഇത് കഴിയുന്നവരെ എല്ലാവരും ഇത് കണ്ട് അഭിപ്രായങ്ങൾ പറയണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷനായിട്ട് നമ്മുടെ രാവുണ്ണി മാഷെ ക്ഷണിക്കുകയാണ്. കാവിശികയുടെ സവിശേഷമായ ഒരു പരമ്പരയാണ് കവിമുറ്റം എന്നുള്ളത്. അത് ഒരു കവി ആ കവിയുടെ മുറ്റത്ത് നമ്മളെല്ലാവരും ഇരിക്കുന്നതായി സങ്കല്പിക്കുന്ന വിധത്തിൽ കവി തൻ്റെ സുഹൃത്തുക്കളോട് മുമ്പാകെ കവിതകൾ അവതരിപ്പിക്കുന്നു. ഏതാനും കവിതകൾ ആ കവിതകൾ ഉണ്ടാവുന്ന പശ്ചാത്തലം കൂടി പറയുന്ന ഒരു പരിപാടിയാണ്. ഇത്തവണ കവിമുറ്റം അവതരിപ്പിക്കുന്നത് കാവിശികയുടെ നെടുന്തൂണായ, കാവിശികയുടെ തുടക്കക്കാരിൽ ഒരാളായ, വളരെ സവിശേഷമായ കാവ്യരീതിയും അതീവ സൂക്ഷ്മമായ നിരൂപണ പഠിത്വമുള്ള കവി വർഗീസാരണി. വർഗീസാരണിയെ നമ്മൾ കാവിശിക പുരസ്കാരം, സർഗപ്രതിഭ പുരസ്കാരം കൊടുത്ത് കാവിശിക കൊണ്ടാവുന്ന വിധത്തിൽ മുമ്പേ തന്നെ ആദരിച്ചിട്ടുണ്ട് എന്ന കാര്യം നിങ്ങളെല്ലാവരും ഓർക്കുമല്ലോ. ആ പുരസ്കാരത്തിനും അപ്പുറത്താണ് വളരെ വളരെ സവിശേഷമായൊരു കാവ്യരീതിയാണ് വർഗീസാരണിക്കുള്ളത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കവിതകളോട് സഞ്ചരിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം. എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് കവിതയിലുള്ള ഏറ്റവും അടുത്ത കവിതയിലെ ആത്മബന്ധങ്ങളിൽ പ്രധാനമാണ് വർഗീസാരണിയുമായിട്ടുള്ളത്. വർഗീസാരണിയെ ഇത്തവണ ഇത്ര പെട്ടെന്ന് ഒരു ഷോർട്ട് നോട്ടീസിൽ ഈ പരിപാടി വിളിക്കാനുള്ള കാരണം വർഗീസാരണി ഒരു ദീർഘമായ യാത്ര ആരംഭിക്കുകയാണ്. അദ്ദേഹം നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പറക്കുകയാണ്. വരുന്നൊരാഴ്ചക്കുള്ളിൽ അദ്ദേഹം ഇന്ത്യ വിടും, വിമാനത്തിൽ കയറും. അദ്ദേഹം നേരെ പോകുന്നത് ജർമ്മനിയിലേക്കാണ്. ജർമ്മനിയിൽ മകളുണ്ട്. മകളുടെ കൂടെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇറ്റലിയിലേക്ക് പോകുന്നു. വളരെ ദീർഘമായൊരു യാത്രയാണത്. ഏതാണ്ട് 2 കൊല്ലം നീണ്ടു നിൽക്കുന്നത് എന്ന് ഇപ്പോൾ കണക്കാക്കുന്ന ഒരു യാത്രയിലേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു യാത്രയുടെ പശ്ചാത്തലത്തിലാണ് വളരെ പെട്ടെന്ന് എല്ലാവരും വിളിച്ചു കൂട്ടിയൊരു പരിപാടി നടത്തുന്നത്. അത് അദ്ദേഹത്തിൻ്റെ യാത്ര വിജയമായിരിക്കട്ടെ. അവിടെ ചെന്നാലും കവിതയിൽ നിൽക്കട്ടെ, അവിടെ ചെന്നാലും കാവിശികയിൽ സജീവമായി നിൽക്കട്ടെ എന്നെല്ലാമുള്ള കാവിശികക്കാരുടെ അഭിലാഷം പ്രകടിപ്പിച്ചുകൊണ്ട് അപാരമായ സ്നേഹത്തോടു കൂടി വർഗീസാരണിയെ കവിതകൾ അവതരിപ്പിക്കാൻ കവിമുറ്റത്തിലേക്ക് ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, കാവിശികയിലെ 5 ടീമുകളിൽ ഒന്നായ മുല്ലനേഴി ടീമാണ് ഇന്ന് ഈ കവിമുറ്റത്തിൻ്റെ സംഘാടനം നിർവഹിക്കുന്നത്. കാവിശികയിലെ ആയിട്ടുള്ള ബന്ധം വളരെ തുടക്കം മുതലേ ഉള്ളതാണ്. കവിമുറ്റത്തിലെ ഒരു അതിഥിയായി എൻ്റെ വീട്ടിൽ തന്നെ ഇത് സംഘടിപ്പിക്കുന്നു, ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാം കൂടിയിരിക്കുന്നത് മുപ്ലേത്തുള്ള എൻ്റെ വീട്ടിലാണ്. മനുഷ്യനുണ്ടാക്കിയ ഏറ്റവും ആദിമമായ സ്ഥാപനമാണ് വീട്. സ്ഥാപനങ്ങളുടെയെല്ലാം അമ്മയാണ് വീട്. വിടുകയും വീണ്ടെടുക്കുകയും ചെയ്യേണ്ടത് വീട് എന്ന് ആനന്ദ് ഒരിക്കൽ പറഞ്ഞത് ഓർക്കുന്നു. വീടെത്തി ലോകത്തെ പുറത്തിട്ടടയ്ക്കാം, ഇനി വീടെത്തി ലോകത്തെ പുറത്തിട്ടടയ്ക്കാം എന്ന് KGS വീടിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. വീടിനെ കുറിച്ച് എല്ലാ കവികളും പല കോണിൽ നിന്ന് ആവിഷ്കാരങ്ങൾ നടത്തിയിട്ടുണ്ട്. രാവുണ്ണിയേട്ടൻ്റെ വീടുപണി എന്ന കവിത ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്: പഠിച്ചു ചെയ്യുന്നതല്ല, ചെയ്തു പഠിക്കുന്നതാണ്, ചെയ്തു പിഴയ്ക്കുന്നതാണ് ജീവിതം
എന്ന് അദ്ദേഹം എഴുതിയത് ജീവിതത്തെക്കുറിച്ചും കവിതയെക്കുറിച്ചുമുള്ള ഏറ്റവും സർഗാത്മകമായ ഒരു നിരീക്ഷണമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ആദിമമായ ഈ സ്ഥാപനങ്ങളുടെയെല്ലാം അമ്മയായ ഈ സ്ഥാപനം, നമ്മൾ ജനിക്കുകയും ജീവിക്കുകയും സ്നേഹിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ഈ സ്ഥാപനം, പക്ഷേ അതിനോടുള്ള അറ്റാച്ച്മെൻറ്റ് മൂലം നമുക്കതിനെ വിമർശനാത്മകമായിട്ട് കാണാൻ പ്രയാസമുണ്ട്. നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ജനാധിപത്യം ഒരു സ്ഥൂല ജനാധിപത്യമാണ്. ഇനി വരേണ്ടത് സൂക്ഷ്മ ജനാധിപത്യമാണ്. ആ സൂക്ഷ്മ ജനാധിപത്യത്തിൻ്റെ അനേകം ഇടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് വീട്, ജാതി, മതം, സ്ഥാപനങ്ങൾ ഒക്കെ ജനാധിപത്യവൽക്കരിക്കുകയും മതേതരവൽക്കരിക്കുകയും ചെയ്യുക എന്നുള്ള വലിയ രാഷ്ട്രീയ മുന്നേറ്റമാണ് ഇനി ഇന്ത്യയിൽ വരേണ്ടത്. ഈ ജനാധിപത്യവൽക്കരണ പ്രക്രിയയിൽ കലയ്ക്ക്, അതിൽ തന്നെ കവിതയ്ക്ക് സവിശേഷമായ ഒരു ധർമ്മം അനുഷ്ഠിക്കേണ്ടതുണ്ട്. വീട് എന്ന സ്ഥാപനത്തെ ഇപ്പോഴും നിയന്ത്രിക്കുന്നത് ജാതിയും മതവും മറ്റു പിന്തിരിപ്പൻ ആശയങ്ങളുമാണ്. ജനാധിപത്യത്തിൻ്റെ വെളിച്ചം വേണ്ടത്ര കടന്നു വരാത്തൊരു സ്ഥാപനമായി പല വീടുകളും നിലകൊള്ളുന്നു. അങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ കവികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വീട് എന്ന ഈ ആദിമമായ സ്ഥാപനത്തെ ജനാധിപത്യവൽക്കരിക്കുകയും മതേതരവൽക്കരിക്കുകയും ചെയ്യുക എന്ന ദൗത്യമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷികൾ അവരുടെ വീടിനെ കൂട് എന്നാണ് പറയുക. കൂടാനുള്ള ഇടമാണ് കൂട്, വിടാനുള്ള ഇടമാണ് വീട്. പക്ഷെ എന്നിട്ട് നമ്മുടെ വീടിനെ ആരെങ്കിലും കൂട് എന്ന് വിളിച്ചാൽ നമ്മൾ ക്ഷോഭിക്കും. വാസ്തവത്തിൽ വീടിനേക്കാൾ നല്ല വാക്ക്, അർത്ഥവത്തായ വാക്ക് കൂട് ആണ്. അതുകൊണ്ട് വീടുകളെല്ലാം പ്രകൃതിക്ക് ഇണങ്ങുന്ന, ജനാധിപത്യത്തിൻ്റെയും മതേതരത്തിൻ്റെയും വെളിച്ചം നിറഞ്ഞ, എല്ലാത്തിനോടും സ്നേഹം പുലർത്തുന്ന ഒരു സ്ഥാപനമായി മാറേണ്ടത് ഇന്ത്യയുടെ ഭാവിക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ വീടിനെ കുറിച്ച് പല നിലപാടിൽ നിന്നുകൊണ്ട്, വീക്ഷണകോണിൽ നിന്നുകൊണ്ട് പല കവിതകളും എഴുതാനിട വന്നിട്ടുണ്ട്. അതിലൊരു കവിത ഇവിടെ അവതരിപ്പിക്കുകയാണ്. അണുകുടുംബ പ്രാർത്ഥന. ലുത്തനിയുടെ ഒരു ഭാഷയും അവതരണ രീതിയും ഉപയോഗിച്ച് എഴുതിയ ഒരു കവിതയാണ് അണുകുടുംബ പ്രാർത്ഥന. പരമാണു കുടുംബമേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. സ്ഥാപനങ്ങളുടെയെല്ലാം ആദിമാതാവേ, രാഷ്ട്രപദാർത്ഥത്തിൻ്റെ തന്മാത്രയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗദാരിദ്ര്യ മരണങ്ങളാൽ നരകിക്കുമിടമേ, ജപ്തി നോട്ടീസിൻ്റെ പുരാവൃത്ത പരാമർശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിലയേറിയാലും നിലയേറുന്ന പ്രതിഭാസമേ, മർത്യനു നിലതെറ്റുന്ന ബഹുനിലമാളികയെ, ധൈര്യത്തിൻ്റെ തരിശുനിലമേ, അബോധജ്ഞാനത്തിൻ്റെ സംഗമസ്ഥാനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിസ്വാർത്ഥതയുടെ കുഴിമാടമേ, മതേതരത്വത്തിൻ്റെ ശ്മശാനമേ, ഫാസിസത്തിൻ്റെ റോസാപ്പൂന്തോട്ടമേ, സ്വർഗത്തിൻ്റെ വ്യാമോഹമേ, നരകത്തിൻ്റെ നഴ്സറിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാതാളത്തിൻ്റെ ഏജൻസിയെ, കിഴിഞ്ഞവനെ കിഴവനും കിഴിഞ്ഞവളെ കിഴവിയുമാക്കുന്ന സങ്കേതമേ, ഭൂലോകപാപങ്ങൾ പെറ്റുകൂട്ടുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കൂടെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. അണുകുടുംബ പ്രാർത്ഥന. ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടു കൂടിയായിരുന്നു എന്ന് ബൈബിൾ ആരംഭിക്കുന്നു. കവിതയുടെ കാഴ്ചപ്പാടിലൂടെ നമുക്ക് നോക്കിക്കണ്ടാൽ ഈ വാക്യം ഇങ്ങനെ മാറിപ്പോകും. ആദിയിൽ വചനമുണ്ടായി, വചനം കവിതയോടുകൂടിയായിരുന്നു. ഓം എന്ന ശബ്ദത്തിൽ നിന്ന് എല്ലാം ഉണ്ടായി എന്ന് ഇന്ത്യൻ ദർശനങ്ങൾ പറയുന്നു. ഓം എന്ന് പറയുന്നത് കവിതയിൽ ഉപയോഗിക്കുന്നത് പോലെയുള്ള ഒരു ബിംബമോ പ്രതീകമോ ആണ്. ആ ഓം എന്ന ആ ശബ്ദത്തെ വിശകലനം ചെയ്താൽ, വിപുലീകരിച്ചാൽ അത് സൃഷ്ടിയെക്കുറിച്ചുള്ള, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു വലിയ ദർശനമായി വിടർന്ന് വികസിച്ച് വരുന്നത് കാണാം. അപ്പോൾ കവിതയിലെ ഒരു ബിംബമോ പ്രതീകമോ പോലെയാണ് ഓം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് കവിതയുടെ ആരംഭം, പിറവി എന്ന് പറയുന്നത് സംസ്കാരത്തിൻ്റെയും ഭാഷയുടെയും ആരംഭം തന്നെയാണെന്നാണ് ഇതിൻ്റെ.
കവിത പ്രപഞ്ചത്തോളം വലുതാകാൻ ശ്രമിക്കുമ്പോൾ മഹാഭാരതം പോലെയുള്ള ഇതിഹാസങ്ങൾ ഉണ്ടാകുന്നു, ബൈബിൾ, ഖുറാൻ പോലെയുള്ള ഇതിഹാസങ്ങൾ ഉണ്ടാകുന്നു. കവിത കടുകുമണിയോളം ചെറുതാകാൻ ശ്രമിക്കുമ്പോൾ കുഞ്ഞുണ്ണി മാഷയുടെ ഒറ്റവരി കവിത, രണ്ടുവരി കവിത ഉണ്ടാകുന്നു, അണുകവിതകൾ ഉണ്ടാകുന്നു. കുഞ്ഞുണ്ണി മാഷയുടെ കവിതയുടെ ഏറ്റവും ഇങ്ങേയറ്റമാണെങ്കിൽ മഹാഭാരതവും ബൈബിളും ഖുറാനും ഒക്കെ കവിതയുടെ അങ്ങേയറ്റമാണ്. ഇതിനിടയിൽ കവിതയിൽ രൂപപരമായും ഭാവപരമായും ഭാവുകത്വപരമായും അനേകം രൂപങ്ങളും പ്രതിഭാസങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നെ സംബന്ധിച്ച് കവിത ഒരു വളരെ വലിയ ഒരു ആകർഷണമാണ്. ജീവിതത്തിൻ്റെ നമ്മൾ അനുഭവിക്കുന്ന അധികാരം എന്ന പ്രതിഭാസം മൂലം നമ്മൾ അനുഭവിക്കുന്ന സകലവിധ സമ്മർദ്ദങ്ങളോടുമുള്ള ഒരു പ്രതിഷേധം എന്നുള്ള നിലയിൽ, അധീശത്വത്തിൻ്റെ സമ്മർദ്ദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എന്നുള്ള നിലയിൽ ഒക്കെ കവിത പലതരത്തിൽ എന്നെ അതിജീവിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഇന്ത്യ എന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാഷ്ട്രം അതിൻ്റെ ജനാധിപത്യ മൂല്യങ്ങളിൽ നിന്നും മതേതര മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പം അതുകൊണ്ട് കവിതയുടെ വർത്തമാന ദൗത്യം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ വെളിച്ചം കൊണ്ട്, മതേതരത്വത്തിൻ്റെ വെളിച്ചം കൊണ്ട്, ആധുനിക ശാസ്ത്രത്തിൻ്റെ വെളിച്ചം കൊണ്ട് മനുഷ്യാവബോധത്തെ വിമലീകരിക്കുക, മനുഷ്യാവബോധത്തെ ദീപ്തമാക്കി തീർക്കുക, മനുഷ്യാവബോധത്തെ ജനാധിപത്യവൽക്കരിക്കുക, മതേതരവൽക്കരിക്കുക എന്നുള്ളൊരു വലിയ രാഷ്ട്രീയ ധർമ്മമാണ് ഇന്ന് കവിത അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ധൃതരാഷ്ട്രീയം എന്ന കവിത ഒന്ന് കേൾക്കാം. നിറഞ്ഞ ബസ്സിൽ ഒഴിഞ്ഞ അന്ധൻ്റെ സീറ്റിലിരുന്ന് കാഴ്ചയുള്ള അന്ധനായി ഞാൻ. അന്ധർ കാണാത്തത് കൊണ്ടോ മറ്റുള്ളവർ കണ്ടതുകൊണ്ടോ എനിക്ക് ഈ സീറ്റ് കിട്ടിയത്? അന്ധരെങ്ങനെയാണ് അവരുടെ സീറ്റ് കണ്ടുപിടിക്കുക? വാസ്തവത്തിൽ എല്ലാ സീറ്റും അന്ധരുടേതല്ലേ? ഒന്നും കാണാത്തത് കൊണ്ട് അന്ധർ എല്ലാം കാണുന്നു. ഒന്നിനെ കാണുമ്പോൾ ഒന്നിനെ മാത്രം കാണലാണോ സൂക്ഷ്മദൃഷ്ടി? ഒന്നിൽ അഖിലവും കാണലോ ദിവ്യദൃഷ്ടി? അദൃശ്യനായതുകൊണ്ട് ദൈവത്തെ നന്നായി ദർശിക്കാൻ കഴിയേണ്ടത് അന്ധർക്കല്ലേ? ഭാവനയ്ക്ക് കണ്ണു വേണ്ടാത്തത് കൊണ്ട് അന്ധർക്കാകില്ലേ അധിക ഭാവന? ഭാവനയുടെ സാക്ഷാത്കാരമോ സാക്ഷാത്കാരത്തിൻ്റെ ഭാവനയോ ദൈവം? വെളിച്ചത്തെ കണ്ടവരില്ല, വെളിച്ചത്തിൽ കണ്ടവരേയുള്ളൂ. കാഴ്ചയുള്ളവർ ഭയപ്പെടുന്നതിനെ ഒന്നും അന്ധർ ഭയപ്പെടേണ്ടതില്ല. ഇരുട്ടിലായതുകൊണ്ട് ഇരുട്ടിനെ ഭയമില്ല. ഭയങ്കരമായ താഴ്ചകളും ഉയർച്ചകളും അന്ധന് ഒരുപോലെ, ലോകം മുഴുവൻ നിരപ്പ്. ഇരുട്ടിനെ കണ്ടവരില്ല, കാണായികയാണ് ഇരുട്ട്. കാഴ്ചയുള്ളവർ ഇരുട്ടിൽ മരണത്തെ കാണുന്നു. അതുകൊണ്ട് ദൈവം വെളിച്ചത്തിൻ്റെ പര്യായമായി. സത്യവും നീതിയും കാണാതിരിക്കലല്ലേ ഏറ്റവും വലിയ അന്ധത? സത്യത്തെയും നീതിയെയും കാണാതിരിക്കലല്ലേ ഏറ്റവും വലിയ അന്ധത? അത് കാണാൻ അന്ധത തടസ്സമോ? അത് കാണാനുള്ള കാഴ്ച അധികാരവാഴ്ചയ്ക്ക് ഇല്ലെന്ന്, അധികാരം അന്ധകാരമാണെന്ന് മൂല്യദർശികൾ. അതാണത്രേ ധൃതരാഷ്ട്രാന്ധത. അപ്രകാരമത്രേ രാഷ്ട്രം ധൃതരാഷ്ട്രമാകുന്നത്, രാഷ്ട്രീയം ധൃതരാഷ്ട്രീയമാകുന്നത്. അന്ധന് വഴി തെറ്റാറില്ല, അഥവാ വഴി തെറ്റുന്നവൻ അന്ധനല്ല. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന വാക്യം അന്ധനെയോ അഭിസംബോധന ചെയ്യുന്നത്? കാണാതെ വിശ്വസിക്കുന്ന ഭാഗ്യവാനോ, കാണാതെ അവിശ്വസിക്കുന്ന നിർഭാഗ്യവാനോ അന്ധൻ? ലോചനം കൊണ്ട് ലോകനം ചെയ്യപ്പെടുന്നതാണ് ലോകം. ലോകനം കൊണ്ട് ലോചനം ചെയ്യപ്പെടാത്തതാണ് അന്ധൻ്റെ ലോകം. എന്ത് പേരിടുമായിരുന്നു, എങ്ങനെ പേരിടുമായിരുന്നു അന്ധൻ ലോകത്തിന്? ഏത് ഇന്ദ്രിയത്തെ, ഏത് അനുഭവത്തെ ആസ്പദമാക്കി? ഒരു കോടതിയിലും അന്ധന് സാക്ഷി പറയേണ്ടി വരില്ല. ഞാൻ അത് കണ്ടില്ല എന്നും അന്ധൻ എങ്ങനെ പറയും?
അന്ധത നടിക്കാനാവില്ല അന്ധന്. പാപത്തിൻ്റെ കണക്കു പുസ്തകത്തിൽ പ്രവേശകങ്ങൾ കുറവ്. അപകടത്തിൻ്റെ പുസ്തകം തുറക്കാറേയില്ല. അത് തുറക്കുന്നത് മുഴുവൻ കാഴ്ചയുള്ളവർ. കുറ്റമറ്റ കാഴ്ചയുണ്ടോ? കാഴ്ചക്കുറ്റം അറ്റവരുണ്ടോ? നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റ് പൂക്കില്ലൊരിക്കലും അന്ധൻ്റെ ചില്ലകൾ. പൂക്കില്ലൊരിക്കലും അന്ധൻ്റെ ചില്ലകൾ. അന്ധൻ്റേത് പ്രേമക്കാഴ്ചയില്ലാത്തവൻ്റെ പ്രേമം, കാമക്കാഴ്ചയില്ലാത്തവൻ്റെ വേഴ്ച, കാഴ്ചയില്ലാത്തവൻ്റെ കാഴ്ചപ്പാട്. ഒരു വേള പഴക്കമേറിയാൽ അന്ധതയും മെല്ലെ കാഴ്ചയായി മാറിടും. കാഴ്ചയും മെല്ലെ അന്ധതയായി മാറിടും. അന്ധതയുടെ ദർശനമോ ദർശനത്തിൻ്റെ അന്ധതയോ ലോകം വാഴുന്നത് ധൃതരാഷ്ട്രീയം. ഭൂമിയിൽ 14.5 ലക്ഷം ഇനം സ്പീഷീസ് ജീവികൾ ഉണ്ട് എന്നാണ് സയൻസിൻ്റെ കണ്ടെത്തൽ. അതിലേറ്റവും ജൂനിയറായ ഒരു ജീവിവർഗം മാത്രമാണ് മനുഷ്യൻ. പക്ഷെ മനുഷ്യൻ്റെ ഭാവം, പെരുമാറ്റം ഈ ഭൂമിയിലെ ഏറ്റവും സീനിയറായ, ഈ ഭൂമിയുടെ അധികാരി താനാണ് എന്ന മനോഭാവത്തിലാണ് അവൻ്റെ പെരുമാറ്റങ്ങളും പ്രവർത്തനങ്ങളും. അത് മനുഷ്യനടക്കമുള്ള 14 ലക്ഷം ഇനം ജീവജാലങ്ങളെയും ജീവൻ്റെ ആധാരങ്ങളെയും നിരാധാരമാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതി മനുഷ്യൻ്റെ പ്രവൃത്തികളോട്, പ്രകൃതി വിരുദ്ധമായ പ്രവൃത്തികളോട് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട വലിയൊരു സത്യമുണ്ട്. എന്താണ് ഈ പ്രകൃതിയിൽ മനുഷ്യൻ്റെ ധർമ്മം? എന്താണ് പ്രകൃതിയും മനുഷ്യൻ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനം? ആ അടിസ്ഥാനത്തെ അറിവുള്ളവർ ഇങ്ങനെ പറയുന്നു: മനുഷ്യൻ അംശവും പ്രകൃതി പൂർണ്ണവുമാണ്. അംശമായ മനുഷ്യന് പൂർണ്ണമായ പ്രകൃതിയെ ഒരു കാരണവശാലും കീഴടക്കാനാവില്ല. അതേസമയം പൂർണ്ണമായ പ്രകൃതിക്ക് അംശമായ മനുഷ്യന് നിഷ്പ്രയാസം നിമിഷം കൊണ്ട് കീഴടക്കാൻ കഴിയുമെന്ന് സമീപകാലത്തെ ദുരന്തങ്ങളും വരാനിരിക്കുന്ന മഹാദുരന്തങ്ങളും മുന്നറിയിപ്പ് തരികയാണ്. അപ്പം അതുകൊണ്ട് സമകാലിക കവിതയിൽ ഏറ്റവും വലിയ പ്രമേയ മണ്ഡലമാണ് പരിസ്ഥിതി എന്ന് പറയുന്നത്. ഹരിത സൗന്ദര്യശാസ്ത്രത്തിൻ്റെ, പാരിസ്ഥിതികമായ സൗന്ദര്യശാസ്ത്രത്തിൻ്റെ അതിവിപുലമായ ആവിഷ്കാരങ്ങൾ മലയാള കവിതയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുപ്ലിയം എന്ന ഈ ഗ്രാമത്തിൻ്റെ പാരിസ്ഥിതികമായ അടയാളത്തിൻ്റെ കേന്ദ്രമാണ് മുപ്ലിയത്തിൻ്റെ കിഴക്ക് പടിഞ്ഞാറ് മൂലയിലുള്ള മുനിയാട്ടുകുന്ന്. ചരിത്രപ്രസിദ്ധമായ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള അതിമനോഹരമായ മുനിയാട്ടുകുന്ന് ഈ മുപ്ലിയത്തിൻ്റെയും വരന്തരപ്പള്ളി പഞ്ചായത്തിൻ്റെയും പാരിസ്ഥിതികമായ സന്തുലനത്തിൻ്റെ, പ്രകൃതി രമണീയതയുടെ, ചരിത്രപരമായ പ്രാധാന്യത്തിൻ്റെ ഒരു മഹാകേന്ദ്രമാണ്. ആ മുനിയാട്ടുകുന്ന് വലിയ തകർച്ചയുടെ വക്കിലായിരുന്നു. പാറമട ലോബികളും മറ്റും മുനിയാട്ടുകുന്നിനെ 4 വശവും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഏതാനും വർഷങ്ങളിലായിരുന്നു. നിരവധി ക്രഷറുകൾ, 2 ക്രഷറുകളും നിരവധി പാറമടകളും മുനിയാട്ടുകുന്ന് എന്ന ഈ പാരിസ്ഥിതികമായ അടയാളത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തൊണ്ടുന്നോ, നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തൊണ്ടുന്നോ എന്ന് മാഫിയകളാൽ തകർക്കപ്പെട്ട മുനിയാട്ടുകുന്നിലെ മുനിയറകളെ നോക്കി കടമിലിട്ട ജീവിച്ചിരുന്നെങ്കിൽ പാടുമായിരുന്നു. അത്രയും ചരിത്രപരമായ, ഇക്കോളജിക്കലായ പ്രാധാന്യം ഉള്ള മുനിയാട്ടുകുന്നിനെ രക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി മുപ്ലിയത്തുള്ള പരിസ്ഥിതി സ്നേഹികളും നാട്ടുകാരും സംഘടിച്ച് മുനിയാട്ടുകുന്ന് സംരക്ഷണ സമിതി രൂപീകരിക്കുകയും പ്രവർത്തിക്കുകയും കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും അങ്ങനെ കോടതി വിധി ഉണ്ടാവുകയും മുനിയാട്ടുകുന്നിലെ പാറമടകൾ നിർത്തിവെക്കുകയും ക്രഷറുകൾ നിർത്തിവെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ മുനിയാട്ടുകുന്ന്
പിന്നെ നാശത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് തൽക്കാലം ഞങ്ങൾക്ക് കഴിഞ്ഞു. ആ രക്ഷാപ്രവർത്തനത്തിന് ഇടയിലുണ്ടായ ഒരു കവിതയാണ് മുനിയാട്ടുകുന്നിലെ മുയൽ. മുനിയാട്ടുകുന്നിലെ മുയൽ. കുന്നുകളുടെ പാവന സ്മരണ. വേഗതയുടെ പേറ്റന്റ് എടുത്ത ടിപ്പറുകൾക്കും സുന്ദരമായ നുണയാണ് കവിത എന്ന് പറയാറുണ്ട്. പക്ഷേ ഇവിടെ ഈ കവിത അസുന്ദരമായ സത്യമാണ്. മുനിയാട്ടുകുന്നിനെ കുറിച്ചുള്ള അസുന്ദരമായ സത്യങ്ങൾ മാത്രമാണ് ഈ കവിതയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് എന്നുകൂടി പറഞ്ഞുകൊണ്ട്, വേഗതയുടെ പേറ്റന്റ് എടുത്ത ടിപ്പറുകൾക്കും ഇടിച്ചു നിരത്തി കോരികൾക്കും തീ കൊടുത്ത ഡിറ്റണേറ്ററുകൾക്കും കുറുകെ ചാടുന്ന നാട്ടുമുയലാണ് കവിത. ദുർമരണങ്ങളുടെ കണക്കും കാരണവും കണക്കാക്കരുതത്രേ. ടിപ്പറുകൾ തീരെടുത്ത നാട്ടുപാതയിലൂടെ എന്തിനു നടന്നുവെന്ന് അധികാരികൾ. കാണികളുടെ കൊതിയൂറുന്ന ക്യാൻവാസിൽ മുയൽ കോറിയിട്ട ഭയചകിതമായ തിരിഞ്ഞുനോട്ടമായിരുന്നു ഉത്തരം. സാക്ഷിക്കൂട് എന്നും ഒഴിഞ്ഞുകിടന്നു. ടിപ്പറുകളെ പേടിച്ച് ഇപ്പോൾ മുയൽ വിജനമായ പറമ്പുകളിലൂടെ ഒളിച്ചു നടക്കുകയാണ്. വിശപ്പും ദാഹവും സഹിക്കാതെ കുറ്റിക്കാട്ടിൽ തളർന്നു വീഴുമ്പോൾ മുനിയാട്ടുകുന്നിലെ കരിമണ്ണിൻ്റെ ഓർമ്മത്തടപ്പിൽ നിന്ന് കറുകയും പർപ്പടകവും തലനീട്ടി. ഒരിക്കൽ ഗതികെട്ട് കരിങ്കൽ മുതലാളിയുടെ ഭക്തിയിൽ വെന്ത നേർച്ച സദ്യയുടെ എച്ചിലുണ്ണാൻ പോയി. പട്ടികൾ പൊന്നുരുക്കുന്ന എച്ചിൽ സദ്യയിൽ മുയലിൻ്റെ പ്രാണന് എന്തു കാര്യം? പൗരോഹിത്യം വെഞ്ചിരിച്ച് ക്വാറി മുതലാളിത്തം ദാനം ചെയ്യുന്ന കുടിവെള്ളത്തിൻ്റെ സിന്തറ്റിക് രുചി കിണർവെള്ളത്തിൻ്റെ ജൈവരുചിയെ ചതിച്ചു. ഉറവകളെല്ലാം മഹാബലിയോടൊപ്പം പാതാളത്തിലേക്ക് പോയി. ചത്താലും കുഴൽക്കിണറ്റിലെ വെള്ളം കുടിച്ച് ജീവിക്കരുതെന്ന് നെഞ്ചത്തടിച്ച് നിലവിളിച്ചു. കാരണം ചോദിച്ച് കരണത്തടിച്ചപ്പോൾ വൃക്ക മാറ്റിവെക്കാൻ കാശിന് തിണ്ടുന്ന അമ്മ പെങ്ങന്മാരെ കാട്ടിക്കൊടുത്തു. ഇടിച്ചു നിരത്തിക്കോരുന്നതിൻ്റെ തലേ രാത്രി കുന്നിനു മുകളിലെ മുനിയറയിൽ മുയൽ ഒളിച്ചു പാർത്തു. മണ്ണുമാന്തികൾ കടക്കിലെ മണ്ണുമാന്തി ഉണക്കാൻ നിർത്തിയ അവസാനത്തെ കാട്ടുമരത്തിൻ്റെ അവസാനിക്കാത്ത വിലാപം പോലെ ചില്ലയിലിരുന്ന് രാപ്പക്ഷി കുറുകി. കാലൻകോഴി ശപിച്ചു. സുപ്രഭാതങ്ങൾ JCB മുരളുന്ന ദുഷ്പ്രഭാതങ്ങളായി. മുനിയറകളുടെ ഒടിഞ്ഞ മൗനത്തിൻ്റെ കൊമ്പിൽ നിന്ന് പ്രാവുകൾ പ്രാഗിപ്പറന്നു. തത്തകൾ പൊട്ടിപ്പോയ പൊട്ടമ്പാടത്തെ ഓർമ്മക്കതിരിൻ്റെ കളകാഞ്ചി കുറിച്ചു. അലസിപ്പോയ ഗർഭപ്പാടത്തെ ഉറവക്കണ്ണീരിൽ വിയർത്തു തവളകൾ. ചുമരുകൾ വിണ്ട വീടുകളുടെ ഉത്തരമില്ലായ്മയിലിരുന്ന് പല്ലികൾ ചിലച്ചു. ഗർഭത്തിൽ കിടന്ന് ശിശുക്കൾ ഞെട്ടിത്തെറിച്ചു. പശ്ചിമഘട്ടത്തിൻ്റെ പിന്നാമ്പുറത്തു നിന്ന് മുനിയാട്ടുകുന്നിന് സൂര്യൻ അന്ത്യോപചാരമർപ്പിച്ചു. ഉദയകിരണങ്ങൾ പുഷ്പചക്രം അർപ്പിച്ചു. പത്രവാർത്ത. ഔദ്യോഗിക ബഹുമതികളോടെ മാഫിയകൾ മുനിയാട്ടുകുന്നിനെ മുനിയാട്ടുകുഴിയിൽ സംസ്കരിച്ചു. ക്വാറികൾ ആചാരവെടി പൊട്ടിച്ചു. മുനിയാട്ടുകുന്നിലെ മുയൽ. നന്ദി. ഇത് കേവലമായ കവിതയ്ക്കപ്പുറത്ത് മണ്ണിനും പ്രകൃതിക്കും വേണ്ടി മനുഷ്യൻ നടത്തുന്ന പോരാട്ടങ്ങൾ, കവികൾ നടത്തുന്ന സമരങ്ങൾ ഇതിനെ പ്രതിഫലിപ്പിക്കുന്നുള്ളതാണ്. സാധാരണ ഇപ്പോൾ ദുഷ്പ്രഭാതം ഇപ്പോഴൊരു വാക്ക് ആർക്കും വരില്ല, എല്ലാം സുപ്രഭാതങ്ങളാണ്. പക്ഷേ പുലരുന്നതൊക്കെ ദുഷ്പ്രഭാതങ്ങളാണെന്നുള്ളത് മാറുന്ന കാലത്തെ നേർക്ക് അഭിമുഖീകരിക്കുന്ന ഒരു കവിക്ക് മാത്രം പറയാൻ കഴിയുന്ന കയ്പുള്ള എരിവുള്ള സത്യമാണ്. അത് പറയുമ്പോഴാണ് വർഗീസാറിൻ്റെ കവിതയുടെ പ്രത്യേകത. നമ്മൾ സ്വന്തം നാടിന് വേണ്ടി നിലവിളിക്കുന്ന ഒരു കവിതയാണ്. ധാരാളം വാക്കുകളൊക്കെ മാറ്റി പ്രയോഗിച്ച് പൊട്ടിച്ചും വില കൂട്ടിച്ചേർത്തും തമാശ പോലെ പോലെ. അത് തമാശ അല്ല. അത് വാസ്തവത്തിൽ വർഗീസാറിയുടെ കവിതകളിൽ നർമ്മമുണ്ട്. നർമ്മമാണ് പ്രത്യക്ഷമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ അതിൻ്റെ പുറകിലുള്ള രോഷത്തെയും കണ്ണീരിനെയും കാണാതിരിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന സംഗതി. ആ ഒരു അഭിപ്രായം ഞാൻ വർഗീസാറിൻ്റെ കൂടെ ശ്രദ്ധയിലേക്ക് ഞാൻ
സമർപ്പിക്കുന്നു. അതെ, അത് തന്നെയാണ് രാവണേട്ടൻ പറഞ്ഞത് തന്നെയാണ് ശരി. പ്രത്യക്ഷമാണ് തില മാത്രമാണ് ചിരി, പരോക്ഷമായി കണ്ണീരും നിലവിളിയുമാണ് ഈ കവിതകളിലുള്ളത്. ചാർലി ചാപ്ലിൻ്റെ സിനിമകൾ കണ്ട് നാം ചിരിക്കുന്നു. പക്ഷെ നാം എന്ത് കണ്ടിട്ടാണ് ചിരിക്കുന്നത്? നായകൻ്റെ ദുരന്തം, അപമാനം, പതനം, പട്ടിണി, കണ്ണീര് കണ്ടിട്ടാണ് നാം ചിരിക്കുന്നത്. അതാണ് ചാർലി ചാപ്ലിൻ എന്ന പ്രതിഭയുടെ വിലാസം എന്ന് പറയുന്നത്. ആ ചാർലി ചാപ്ലിൻ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. മലയാള കവികളിൽ ഏത് കവിയെക്കാളും എന്നെ സ്വാധീനിച്ചിട്ടുള്ളത് VKN എന്ന നോവലിസ്റ്റും കഥാകൃത്തുമാണ്. 18-ാം നൂറ്റാണ്ടിൽ കുഞ്ചൻ നമ്പ്യാർ മലയാള കവിതയിൽ ഒരു കലക്കുകയുണ്ടായി. കുഞ്ചൻ നമ്പ്യാരുടെ കവിത അക്കാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആക്ഷേപഹാസ്യങ്ങളായിരുന്നു. ആ കുഞ്ചൻ നമ്പ്യാർ ജീവിച്ചിരുന്നത് ഭാരതപ്പുഴയുടെ അക്കരയായിരുന്നു. 20-ാം നൂറ്റാണ്ടിൽ ഭാരതപ്പുഴയുടെ ഇക്കരയിൽ തിരുവല്ലാമലയിൽ കുഞ്ചൻ നമ്പ്യാരുടെ പിൻഗാമിയായി ഒരു VKN ഉണ്ടായി. ആ VKN അങ്ങനെ കവിതയിൽ കുഞ്ചൻ നമ്പ്യാർ കലക്കിയത് കൊണ്ടാണോ കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ? അതെ, തീർച്ചയായിട്ടും കുഞ്ചൻ നമ്പ്യാരുടെ കവിതയിൽ PhD ചെയ്ത രാവണേട്ടൻ്റെ നിരീക്ഷണം 100% ശരിയാണ്. അപ്പോൾ ആ VKN ആണ് മലയാളത്തിലെ ഏത് കവിയേക്കാളും എന്നെ കവിതയിലേക്ക് പ്രേരിപ്പിച്ചത്. ഏത് കവികളെക്കാൾ ഭാഷാപരമായ ശിക്ഷണം VKNൻ്റെ കഥകളിൽ നിന്നും നോവലിൽ നമുക്ക് കിട്ടും. മലയാള ഭാഷയുടെ സാധ്യതകളെ ഇത്രയും വിപുലമായി ഉപയോഗിച്ച വേറെ എഴുത്തുകാർ വളരെ അപൂർവമാണ്. മലയാള വാമൊഴിയുടെ അതിവിപുലമായ ഒരു ലോകമുണ്ട്. ആ വാമൊഴിയുടെ ലോകങ്ങൾ മുഴുവൻ VKN തൻ്റെ കഥകളിലേക്കും നോവലിലേക്കും കൊണ്ടുവന്നു. അതേപോലെ വരമൊഴിയും. അപ്പോൾ പുതിയൊരു ഭാഷ സൃഷ്ടിച്ചു, പുതിയൊരു രൂപം സൃഷ്ടിച്ചു, പുതിയ ഭാവങ്ങൾ സൃഷ്ടിച്ചു. അങ്ങനെ ദുരധികാരമെന്ന പ്രതിഭാസത്തിനെതിരെ വലിയ ആക്രമണങ്ങളാണ് VKN തൻ്റെ പിതാമഹൻ ജനറൽ ചാത്തൻ, പയ്യൻ കഥകൾ തുടങ്ങിയ കഥകളിലൂടെയും നോവലുകളിലൂടെയും ചെയ്തത്. തീർച്ചയായിട്ടും ഈ പൊളിറ്റിക്കൽ സട്ടയറാണ് കൂടുതൽ ആഴത്തിൽ കൊള്ളുക എന്നുള്ളതാണ്. മെലോ ഡ്രാമ പോലെ കുറെ കരച്ചിലുണ്ടാക്കുന്ന കവിതകൾ വന്നേക്കാളും ശക്തി ചിരിപ്പിച്ച് കരയിപ്പിക്കുന്ന അവസ്ഥയാണ്. ചെമ്മനം ചാക്കോ ഒക്കെ റൂട്ടിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. VKന്റെയും കുഞ്ചൻ നമ്പ്യാരുടെയും ഒരു വേറെ വിധത്തിലുള്ള ഒരു പാരമ്പര്യം പ്രകീശാൻ സ്വാംശീകരിച്ചിട്ടുണ്ട്. ആദ്യത്തെ കവിതാ സമ്മാനം ക്രിസ്തുവും VKN പറഞ്ഞതെന്നുള്ളതാണ്. അതെ, ആദ്യത്തെ സമാഹാരമായ ക്രിസ്തുവും VKN പറഞ്ഞത് അതിൽ VKN ഉണ്ട്. രണ്ടാമത്തെ സമാഹാരമായ നസ്രാണി വിഷാദ യോഗത്തിലും VKN വരുന്നുണ്ട്. മൂന്നാമത് വരാൻ പോകുന്ന പരാജയ ശ്രീലാളിതം എന്ന സമാഹാരത്തിലും VKN വരുന്നുണ്ട്. VKനോടൊപ്പം തന്നെ ആദ്യകാലം മുതൽ ക്രിസ്തുവും എൻ്റെ കവിതകളിലുണ്ട്. കാരണം ക്രിസ്തുവിനെ നമ്മളറിയുന്ന ക്രിസ്തു വിഷാദിയായ അല്ലെങ്കിൽ ക്ഷോഭിക്കുന്ന രോഷാകുലനായ ക്രിസ്തുവാണ്. ചിരിക്കുന്ന ഒരു ക്രിസ്തുവിനെ, തമാശ പറയുന്ന ഒരു ക്രിസ്തുവിനെ, ചിരിപ്പിക്കുന്ന ക്രിസ്തുവിനെ ആർക്കും പരിചയമില്ല. അപ്പോൾ എൻ്റെ ആഗ്രഹം തമാശ പറയുന്ന, ചിരിക്കുന്ന ഒരു ക്രിസ്തുവിനെ കണ്ടെത്തുകയാണ് എൻ്റെ കവിതകളിലൂടെ ഞാൻ അനുഷ്ഠിക്കാൻ ശ്രമിക്കുന്ന ധർമ്മം. അങ്ങനെ ഒരു ബദൽ ക്രിസ്തുവിനെ കാണാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അത് ക്രിസ്തുവിൻ്റെ കാര്യം മാത്രമല്ല, പൊതുവിൽ പ്രവാചകർ ചിരിക്കുന്നവരല്ല. വേദനകളെ ഏറ്റുവാങ്ങി, ലോകത്തിൻ്റെ വ്യസനങ്ങളെ ഏറ്റുവാങ്ങിയവരാണ്. അപ്പോൾ അവിടെ ഒരു പ്രത്യക്ഷം എന്നുള്ളത് ചിരിയല്ല വരുന്നത്, അല്ലേ? അതെ, അത് തീർച്ചയായിട്ടും ക്രിസ്തു നേരിട്ട പ്രതിസന്ധികൾ, ഈ ലോകം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു വീടാണ്. ആശാരിയായ ക്രിസ്തുവിൻ്റെ ആഗ്രഹം സാധാരണ മനുഷ്യർക്ക് താമസിക്കാനുള്ള ഒരു വീടുണ്ടാക്കുക, ഫർണിച്ചർ ഉണ്ടാക്കുന്ന ഒരു ആശാരിയായിരുന്നു. ലോകം എന്ന ജീർണിച്ച ഈ വീടിനെ തന്നെ പൊളിച്ചിറക്കി പുനർനിർമ്മിക്കുക എന്നുള്ള അതിസാഹസികമായ വിപ്ലവകരമായ ധർമ്മമാണ് ക്രിസ്തു അനുഷ്ഠിച്ചത്. അപ്പോൾ ക്രിസ്തുവിനെ ആരാധിക്കുകയല്ല, പുതിയ കാലത്ത് നമ്മൾ കണ്ടെത്തുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഈ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞിട്ട് ബാക്കി പാപികളാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞവർ തിരിച്ചു പോണ നേരത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ ക്രിസ്തു ചിരിച്ചിട്ടാവണം. അതെ, തീർച്ചയായിട്ടും എന്നെ ഏറ്റവും അധികം ആകർഷിച്ച എൻ്റെ ഒരു കവിതയ്ക്ക് പ്രമേയമായ വാക്യമാണ് ഇപ്പോൾ ചാക്കോ മാഷ് പറഞ്ഞത്.
എന്തൊരു വ്യാപ്തിയുള്ള വാക്യമാണ്! നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന വാക്യമല്ലേ മഗ്ദലന മറിയം എന്ന സ്ത്രീയുടെ ജീവൻ രക്ഷിച്ചത്? അല്ല, ആ വാക്യത്തിലെ കവിതയാണ് മഗ്ദലന മറിയത്തിൻ്റെ ജീവൻ രക്ഷിച്ചത്. ആ കവിതയിലെ ആ വാക്യത്തിലെ കവിത ഒരു ഇടിമിന്നൽ പോലെ മഗ്ദലന മറിയത്തെ കല്ലെറിഞ്ഞു കൊല്ലാൻ വെമ്പി ത്രസിച്ചു നിന്നിരുന്ന ആൾക്കൂട്ടത്തിൻ്റെ അവബോധത്തിൽ മാറ്റങ്ങൾ വരുത്തി. ഈ വാക്യത്തോളം മനുഷ്യാവബോധത്തിൽ ക്ഷിപ്രമായ അഗാധമായ മാറ്റങ്ങൾ ലോകത്തിലെ ഏത് കവിതയിൽ ഉണ്ടായിട്ടുണ്ട്? പക്ഷേ ഈ വാക്യം കവിതയായിട്ടല്ല അറിയപ്പെടുന്നത്. പക്ഷെ കവിതയായി അറിയപ്പെടുന്ന ഏത് വാക്യത്തെക്കാളും കവിത ആലോചിച്ച് നോക്കുമ്പോൾ, ചുഴിഞ്ഞാലോചിക്കുമ്പോൾ ഈ വാക്യത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ വാക്യത്തിലെ കവിതയാണ് മഗ്ദലന മറിയത്തിൻ്റെ ജീവൻ രക്ഷിച്ചത്. ഭഗവത്ഗീത എന്ന കവിതയാണ് പാണ്ഡവരെ പരാജയത്തിൽ നിന്നും മരണത്തിൽ നിന്ന് രക്ഷിച്ചത്. ബുദ്ധൻ അങ്കുലിമാലനോട് പറഞ്ഞ 6-7 വാക്യങ്ങളാണ് അങ്കുലിമാലൻ എന്ന ലോക കൊലയാളിയെ ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യവാളനാക്കി മാറ്റിയത്. ആ വാക്യത്തിലെ കവിതയാണ്. അപ്പോൾ കവിത മനുഷ്യരെ വലിയ പരാജയത്തിൽ നിന്നും ഒരുപക്ഷെ മരണത്തിൽ നിന്ന് പോലും രക്ഷിക്കാൻ കെൽപ്പുള്ള ഒരു മാധ്യമമാണ്. അതുകൊണ്ട് കവിതയിൽ പ്രവർത്തിക്കുന്നവർ പുലർത്തേണ്ട ഒരു വലിയ ഒരു വലിയ ജാഗ്രത ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന ക്രിസ്തുവാക്യവും ആദികാവ്യം എന്ന നിലയ്ക്ക് നമ്മൾ കൊണ്ടാടുന്ന വാത്മീകിയുടെ ആദികാവ്യത്തിൻ്റെ ആദ്യത്തെ വാക്യമാണല്ലോ അത്. ഇത് തമ്മിൽ എവിടെയോ കൂട്ടിമുട്ടുന്നുണ്ട്, രണ്ടും ഒന്നായി തീരുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു. രണ്ടും പാപമരുതെന്നാണ് പറയുന്നത് എന്നിടത്താണത്. ഹിംസ ചെയ്യരുത്, വേദനിപ്പിക്കരുത് എന്നിടത്താണ് ഇത് തമ്മിൽ കൂടി ചേരുന്നത്. ചോദ്യം പോലെയാണ്. അതെ, നീതിക്ക് വേണ്ടി നിലകൊള്ളുക, ഒരു പുതിയ നീതിശാസ്ത്രം സൃഷ്ടിക്കുക. പുതിയ സൗന്ദര്യശാസ്ത്രം മാത്രം സൃഷ്ടിച്ചാൽ പോരെ കവിത. പുതിയ നീതിശാസ്ത്രം കൂടി സൃഷ്ടിക്കാനുള്ള ചുമതല കവിതയ്ക്ക് ഉണ്ട് എന്നാണ് രാവുണ്ണേട്ടൻ്റെ നിരീക്ഷണം വെളിപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും കവിതയിൽ അതിനുവേണ്ടിയുള്ള അന്വേഷണങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. പുതിയ ആധുനിക കവിത കാവ്യഭാഷയെ പൊളിച്ചു പണിയുകയുണ്ടായി. പദ്യത്തിൻ്റെ നിയന്ത്രിതമായ ചട്ടക്കൂടിൽ നിന്ന് ഗദ്യത്തിൻ്റെ ജനാധിപത്യപരമായ വിശാലമായ തുറസ്സിലേക്ക് കാവ്യഭാഷയെ മോചിപ്പിച്ചു. ആധുനികതയിൽ നിന്ന് ഉത്തരാധുനികതയിലേക്ക് വരുമ്പോൾ വീണ്ടും കാവ്യഭാഷയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ആധുനിക കാവ്യഭാഷയിലെ ഗദ്യഭാഷ പരിമിതമായ വൃത്തത്തിനകത്താണ് പ്രവർത്തിച്ചിരുന്നത്. അതേസമയം ഉത്തരാധുനികതയിലെ കാവ്യഭാഷ മലയാള വാമൊഴി ഗദ്യത്തിൻ്റെ അതിവിപുലമായ വഴക്കങ്ങളെ സൗന്ദര്യശാസ്ത്രപരമായും ഭാഷാശാസ്ത്രപരമായും സ്വാംശീകരിക്കുന്നുണ്ട്. ഇതാണ് പുതുമലയാള കവിതയുടെ ഭാഷാപരമായ വൈവിധ്യത്തിൻ്റെ ഒരു വലിയ ലോകം. അങ്ങനെ തൃശ്ശൂർ ഭാഷയും കോട്ടയം ഭാഷയും തെക്കൻ കേരളത്തിൻ്റെ ഭാഷയും അങ്ങനെ നിരവധി വാമൊഴികൾ പണ്ട് കഥയിലും തിരക്കഥയിലും നാടകത്തിലുമൊക്കെ അതുപോലെ നമ്മൾ നിത്യജീവിതത്തിലൊക്കെ ഉപയോഗിച്ചിരുന്ന ആ ഭാഷ ഇന്ന് കവിതയിൽ സഫലമായി സമൃദ്ധമായി ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അടയാളമായിട്ട് തൃശ്ശൂർ വാമൊഴിയുടെ ഒരു ഉപയോഗം പല കവിതയിൽ ഞാൻ നടത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് നസ്രാണി വിഷാദയോഗം. അർജുന വിഷാദയോഗമാണ് നമുക്ക് പരിചയം. ഇത് നസ്രാണി വിഷാദയോഗമാണ്, അഥവാ മുഴുവൻ മനുഷ്യരുടെയും വിഷാദയോഗമാണ്. ഇവിടെയും പാരിസ്ഥിതികമായ ഒരു നിലപാടിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങളെ ഞാൻ വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നത്. ബൈബിളിനെയും ക്രിസ്തുവിനെയും നമ്മൾ നമ്മുടെ വികസനത്തിൻ്റെയും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെയും സ്ത്രീ വിമോചനത്തിൻ്റെയും ദളിത് വിമോചനത്തിൻ്റെയും വർഗീയ സംഘർഷത്തിൻ്റെയൊക്കെ പുതിയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിനെ പുതിയ പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് ഇന്നത്തെ എഴുത്തുകാർ ഏറ്റെടുക്കേണ്ടത്.
ക്രിസ്തുവിനെ പഴയ കാലത്ത് പഴയ സ്ഥലങ്ങളിൽ വെച്ച് പരിശോധിച്ചാൽ, കണ്ടാൽ, വായിച്ചാൽ അത് ഒരു പഴയ ക്രിസ്തു ആയിരിക്കും, മരിച്ച ക്രിസ്തുവാണ്. നമുക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവല്ല, പുതിയ കാലത്ത്, പുതിയ സന്ദർഭങ്ങളിൽ, പുതിയ സാഹചര്യങ്ങളിൽ, അടിയന്തരാവസ്ഥയിൽ, വർഗീയ ഫാസിസത്തിൻ്റെ കാലത്ത്, വികസനത്തിൻ്റെ സന്ദർഭങ്ങളിൽ, സ്ത്രീ വിമോചനത്തിൻ്റെ മേഖലകളിൽ, പരിസ്ഥിതി സംരക്ഷണത്തിൽ ക്രിസ്തുവിനെ കൊണ്ടു നിർത്തുക, ക്രിസ്തു എങ്ങനെ പ്രതികരിക്കുമെന്ന് സങ്കല്പിക്കുക. നസ്രാണി വിഷാദയോഗം. എൻ്റെ ഈശോയെ, അന്നമ്മയും ക്ടാങ്ങളെയും കൊണ്ട് ഞാനിനി എങ്ങടാ പോവുക? വഴിയും സത്യവും ജീവനും നീയാകുന്നു എന്ന് വിശ്വസിച്ച് എനിക്കിനി പെരുവഴിയാധാരം പോലും ഇല്ലല്ലോ. അല്ല, നീയൊന്ന് ആലോചിച്ച്, എന്തോരം വീതി ഉണ്ട് നമ്മുടെ കേരളത്തിന്? ഒരു കോഞ്ഞാട്ടയോളം. അപ്പോൾ പിന്നെ മനുഷ്യന്മാരെവിടെയൊക്കെ എടുക്കുക? കേരളത്തിൻ്റെ രാഷ്ട്രപിതാവാണ് ഋഷിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മുടെ പരശുരാമന് ഇത് ഇത്തിരി കമ്മിയാട്ടോ. ഇത് ക്രാന്തദർശിത്വം. മഴ എറിഞ്ഞാൻ പൊക്കം കുറച്ചും കൂടി പടിഞ്ഞാട്ട് നീട്ടിയ വീക്കാറുന്നില്ലേ? അറബിക്കടൽ എങ്ങനെ കിടക്കല്ലേ പുറമ്പോക്കായി. അന്ന് ഒളിമ്പിക്സ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉണ്ടായിരുന്നെങ്കിലോ ഉറപ്പല്ലേ എന്തിക്ക് സ്വർണം. അല്ല, രാമനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ ഗ്ലോബലൈസേഷനും പോപ്പുലേഷൻ എക്സ്പ്ലോഷനും ഒന്നും മുനി തുരീയത്തിൽ പോലും നിരീക്കാത്ത ഇടപാടുകളല്ലേ. എന്നാലും എൻ്റെ കർത്താവെ, കടലിൻ്റെ അടിയിൽ നിന്ന് ഒരു സ്റ്റേറ്റ് മുഴുവൻ അങ്ങോട്ട് പൊന്തി വരിക എന്ന് പറഞ്ഞാൽ സമ്മതിക്കണം. ഈ അത്ഭുതം എന്നൊക്കെ പറയാറുണ്ടല്ലോ, ഇതാണ് സാധനം. ക്ഷത്രിയന്മാരെയൊക്കെ തോൽപ്പിച്ച് അവസാനം കടലിനെയും വെള്ളം കുടിപ്പിച്ചു. കേരളത്തിൻ്റെ അടിയിൽ എവിടെയെങ്കിലും ഇപ്പോഴും കിടക്കുന്നുണ്ടാവും ആ മഴ തുരുമ്പ് പിടിച്ച്. ഇടയ്ക്ക് ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ, പരശുരാമൻ പിന്നെയും വന്ന് ആ കോടാലി എടുത്ത് കന്യാകുമാരി നിന്ന് കേരളത്തിലേക്ക് ഒരു വീക്ക് എന്താ ഉണ്ടാവുക പറ? ഇന്നാണെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ മൂപ്പരൊരു കലക്കാണ്. മഴ വരിക ഭൂമി പൊന്തി വരിക വിൽക്കുക, മഴ വരിക പൊന്തി വരിക വിൽക്കുക. എന്ത്രവൻ സൈസ്. എന്തൊക്കെ പറഞ്ഞാലും അറബികൾ പാവങ്ങളാട്ടോ. കടല് കയ്യേറി ഇന്നേ വരെ പരാതി പറഞ്ഞിട്ടില്ല. എന്താ ഗടിയെന്ന് എനിക്കൊരു സംശയം പോലെ. എൻ്റെ വിശ്വാസം വിവേകാനന്ദപ്പാറ പോലെയാ, അതൊരിക്കലും മെറ്റിലാവില്ല. പണ്ട് നീ ശാന്താക്കിയ കടലുണ്ടല്ലോ, അതിന്നൊരു 10 സെന്റ് പൂശ്. ഹലോ, മന്ത്രിയോട് പറയാനാ? ശരിയാവുന്ന എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ പറയാം. എന്തൊട്ട് മഴു മന്ത്രിയുടെ കയ്യിൽ കൊടുക്കേ? ശരി ഉണ്ട്, നസ്രാണി മന്ത്രി ഉണ്ട്. ചാവക്കാട് കടപ്പുറത്ത് അറിയാൻ പറയാം. എന്തോരം? 450 കിലോമീറ്റർ അകലിക്കോ? പറയാലോ. ഹലോ അപ്പളേക്കും വെച്ചോ ശവി. നസ്രാണി വിഷാദയോഗം. ഭയങ്കര നാടകീയവുമാണ്. വീണ്ടും വേറെ മഹാബലി നമ്മുടെ രാഷ്ട്രീയ നീതിയുടെ ആദി സോഷ്യലിസത്തിൻ്റെ ഒരു ആദി പ്രതീകമാണ്. ഓണം മലയാള കവിതയിലെ, മലയാള സാഹിത്യത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പ്രമേയ ലോകമാണ്. ഓണവുമായി ബന്ധപ്പെട്ട് പല കവിതകളും എഴുതാൻ ഇടവന്നിട്ടുണ്ട്. തിരുവോണ നാളിൽ നഗരമധ്യത്തിൽ രാജപ്രതിമയുടെ മറവിൽ നമ്പർ 1 അനുഷ്ഠിച്ചു. തൃപ്പാദങ്ങളിൽ നമ്പർ 2 നിവേദിക്കുമ്പോൾ പ്രതിമയുടെ ആത്മാവ് മുരണ്ടു. പൊറുക്കണം പ്രഭോ, അഗതിയാണിവൻ, മറ്റൊന്നുമില്ല, മറ്റൊരിടവുമില്ല ഇവന് നിവേദിക്കാൻ. ഇതുതന്നെ എന്നും ഉണ്ടാവില്ല സ്വാമിൻ. ഇന്നലെ ഉത്രാടത്തിനടയ്ക്കുന്ന ഒരു ഹോട്ടൽ ഔദാര്യത്തിൻ്റെ തിരുശേഷിപ്പാണിത്. 6 അടി മൺമെത്തയിലെ കിടപ്പ് കാത്തുകിടക്കുന്ന, അതുപോലും തികച്ചു വേണ്ടാത്ത ഈ ഏഴയുടെ നിവേദ്യം സ്വീകരിച്ചാലും പ്രഭോ. ജീവിച്ചിരുന്നപ്പോൾ അങ്ങയുടെ മറവിൽ ഒന്നും സാധ്യമായിരുന്നില്ല, ജീവിതം പോലും. തീപ്പെട്ട ശേഷം അങ്ങ് എന്തിനും മറയായി. മറയുടെ പൊരുളും മറപ്പുരയുടെ ഇരുളും അറിഞ്ഞവനെ ലോകാസമസ്ത സുഗന്ധോ ഭവന്തു. തെരുവോണം. ഇതിനിടയിൽ ആശംസകൾ ഒരുപാട് പേര് തന്നവരുണ്ട്. ജിനേഷ് കുമാർ അരമാണ് ഏറ്റവും ആദ്യം വന്നത്. സുനിൽ മുക്കാട്ടുകര, മാണിയംകുളം കെ സുബ്രൻ, രേഖ സജീവൻ, റീബ പോള്, വിനോദ് വാക്കയിൽ,
സുധീഷ് ചന്ദ്രൻ സഖാവ്, ശ്രീജ അരിമ്പത്തൊടി, ശ്രീനന്ദിനി സജീവ്, ഗംഗാദേവി, ദർശന, ഗീത ടി, നിസ നാസർ, ദീപ കരുണൻ, UK സുരേഷ് കുമാർ, വിപിൻ VP, ഡോക്ടർ പ്രമോദ് K നാറാത്ത്, രമന വികാസ്, ജിനൻ E, ഡോക്ടർ അജയ് നാരായണൻ, ബിന്ദു തേജസ്, BC ഹരിദാസ്, രഞ്ജി P ആനന്ദ്, റാം PK, പ്രകാശ് നെഞ്ചക്കുണ്ട്. എന്തെങ്കിലും കമന്റുകൾ ചോദ്യങ്ങളൊന്നുണ്ടോ? അതായത് ചോദ്യങ്ങളായിട്ട് വന്നിട്ടില്ല. വർഗീസ് ആന്റണിയുടെ കവിതകളിൽ ബിബ്ലിക്കൽ ഇമേജുകൾ ധാരാളം കടന്നു വരുന്നുണ്ടെന്ന് ഡോക്ടർ അജയ് കുമാർ നാരായണൻ. അത് വേണമെങ്കിൽ ഒന്ന് വിശദീകരിക്കാം. ഡോക്ടർ അജയ് നാരായണൻ. രാമായണവും മഹാഭാരതവും പോലെ കുടുംബ സാഹചര്യങ്ങളിലൂടെയും ജനിച്ചു വളർന്ന സാമൂഹിക സാഹചര്യങ്ങളിലൂടെയും ബൈബിൾ കുട്ടിക്കാലം മുതലേ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ കുറച്ച് കുട്ടിക്കാലം കഴിഞ്ഞതോടുകൂടി ആ പരമ്പരാഗതമായ ബൈബിൾ എനിക്ക് നഷ്ടപ്പെട്ടു, അഥവാ ഞാൻ അതിനെ ഉപേക്ഷിച്ചു. പകരം ദസ്തയേവ്സ്കിയിലൂടെ, ടോൾസ്റ്റോയിലൂടെ, സി.ജെ. തോമസിലൂടെ, പൊൻകുന്നം വർക്കിയിലൂടെ, സച്ചിദാനന്ദൻ്റെ കവിതകളിലൂടെ, ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകളിലൂടെ, സക്രിയയുടെ കഥകളിലൂടെ ഒക്കെ വേറൊരു ബൈബിൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു. ആ ബൈബിളാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബൈബിളിനെ കുറിച്ചുള്ള ആന്തരിക പ്രത്യക്ഷങ്ങൾ അടയാളപ്പെടുത്താനാണ് ഞാൻ എൻ്റെ കവിതകളിലൂടെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബൈബിളിനെ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും മോഡേൺ സയൻസിൻ്റെയും സോഷ്യലിസ്റ്റിൻ്റെയും ഒക്കെ കാഴ്ചപ്പാടിലൂടെ കാണാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗംഗാദേവിയുടെ ഒരു കമന്റ് വന്നിരിക്കുന്നത്, കുരുമുളകിന്റെ ചുവന്ന തൊണ്ടിന് മധുരം, അകത്ത് വിങ്ങുന്ന ആ സെൻസിലാണ് അത് പടക്കി കയറിപ്പോയത്. ആ ഒരു സെൻസിലാണ് അകത്ത് വിങ്ങുന്ന എരിവും. ഗംഗേച്ചി പറഞ്ഞത് തീർച്ചയായിട്ടും ശരിയാണ്. ഞാൻ കവിത എഴുതുന്നതിൻ്റെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ലോകത്തോടുള്ള എൻ്റെ പ്രതികാരം മുഴുവൻ കവിതയിലൂടെ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. എൻ്റെ കവിതയിലൂടെ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയേറെ ലോകത്തോട് എനിക്ക് ഈ ലോകം ജീവിക്കാൻ കൊള്ളരുതാത്ത ഒരു ലോകമാണ്. ഇവിടെ ചുരുക്കം ചില ആളുകൾ മാത്രം ജയിക്കുകയും ബാക്കി ഭൂരിഭാഗം ആളുകളും പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു ലോകമാണ്. പരാജയ ശ്രീലാളിതരുടെ ലോകത്തെയാണ്, വിജയ ശ്രീലാളിതരുടെ ലോകത്തെയല്ല, പരാജയ ശ്രീലാളിതരുടെ ലോകത്തെയാണ് ഞാൻ കാണാൻ ശ്രമിക്കുന്നത്. ഈ ലോകത്തെ രമിപ്പിക്കുക എന്നുള്ളതല്ല, ലോകത്തെ രസിപ്പിക്കുക എന്നുള്ളതല്ല, നേരെ മറിച്ച് അതിനെ വിമർശിക്കുകയും അതിൻ്റെ നേർക്ക് ഒരു കണ്ണാടി, മറ്റൊരു കണ്ണാടി, സന്തോഷങ്ങളിലെയും ആഹ്ലാദങ്ങളിലെയും അണിഞ്ഞൊരുങ്ങളുടെയും അല്ലാത്തൊരു കണ്ണാടി മുമ്പിൽ വെച്ച് ഈ ലോകം എത്രമേൽ പാപം നിറഞ്ഞതാണ് എന്ന് എല്ലാ പ്രൊഫറ്റുകളും ചൂണ്ടിക്കാണിച്ചത് പോലെ തന്നെ കവിതയിൽ അത്ര ഒരു ധർമ്മമാണ്, ഒരു പ്രവാചക ധർമ്മമാണ് വർഗീസ് ആന്റണി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ലോകത്തോട് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് നർമ്മത്തെ അദ്ദേഹം വളരെ വ്യത്യസ്തമായ ഒരു തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത് വായിച്ച് വാസ്തവത്തിൽ ചിരിക്കാനല്ല സാധിക്കുക, ഇത് നമ്മുടെ ഹൃദയം പിളർക്കുന്ന ഒരു അനുഭവമായിട്ടാണ് ഈ കവിതകളെല്ലാം വരുന്നത്. പുതിയ കാലത്തിൻ്റെ ആർത്തിയും ദുരാഗ്രഹവും എല്ലാം വരുന്നു. ആ JCB എന്നുള്ളതിന് ഒരു മലയാള വാക്ക് ഇടിച്ച് നിരത്തി കോരി എന്നുള്ള ഒറ്റ വാക്കുണ്ട്. JCBയുടെ ഒരു എന്താണ് പ്രകൃതിയും അത് JCB തമ്മിലുള്ള ബന്ധം, അത് പുതിയ വാക്ക് തന്നെയാണത്. JCB എന്ന ആ യന്ത്രത്തിന് വർഗീസ് കൊടുക്കുന്ന ഒരു പരിഭാഷാ പദമാണ്. ഭാഷയിൽ നിരന്തരം അദ്ദേഹം ഇടപെടുന്നുണ്ട്, ഭാഷയിൽ പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ എല്ലാമാണ് ഈ കവിത വരുന്നത്. ഈ കവിത എന്തെങ്കിലും ഒന്ന് അഡോപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ സ്വീകരിക്കലല്ല, അതിനെ വേറൊന്നും ആക്കി മാറ്റി പുതിയ കാലത്തിൽ സമ്മാനിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വലിയ ചരിത്ര ദൗത്യം വർഗീസ് ആന്റണി നിർവഹിക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ മലയാളികൾക്കും വേണ്ടി ഈ പറഞ്ഞ വിമർശനായുധം കൈമാറുന്ന രീതിയിലാണ് വർഗീസ് ആന്റണി കവിത എഴുതുന്നത്. എന്നാലും ഇതിനകത്തൊരു കവി, ഇത് നമ്മുടെ തൃശ്ശൂർ കവി തന്നെയാട്ടോ എന്ന് പറഞ്ഞൊരു കമന്റ് റീബാഫോളുടെ വക. അതെ, ഇത് നമ്മുടെ തൃശ്ശൂർ കവി തന്നെയാട്ടോ. തൃശ്ശൂരാണ് മുനിയാട്ടുകുന്നത്താണ് വർഗീസ് ആന്റണി, അവിടെ തന്നെയാണ് ഈ വാക്ക് മുഖത്ത്. കവിത വായിക്കാം.
ഇനി വേണം. വായിക്കാം നമുക്ക് സമയം. ഒരു 8 മണി വരെയാണ്. അതെ. പഞ്ചഭൂതങ്ങളിൽ ജലമാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്. ജലത്തെ തൊടുമ്പോൾ ബുദ്ധനെ തൊടുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളിൽ ഉണ്ടാവുക എന്നെനിക്ക് തോന്നാറുണ്ട്. വെള്ളത്തെ പല രീതിയിൽ അനുഭവിക്കാനും ആവിഷ്കരിക്കാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്കെതിരെ പല സമരങ്ങളും ഇവിടെ നടക്കുകയുണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കവിതയാണ് ജലാവതാരം. തുള്ളിയായി പതിക്കുമ്പോൾ, അതിരപ്പള്ളി ഒരുപാട് തവണ ഞാൻ കണ്ടിട്ടുണ്ട്. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അനുഭവത്തെ എങ്ങനെയാണ് ആവിഷ്കരിക്കാൻ കഴിയുക എന്നുള്ളത് എൻ്റെ മുന്നിലുള്ള ഒരു വലിയ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയാണ് ഈ കവിതയിൽ ഞാൻ നേരിടാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ആ വെല്ലുവിളി വിജയകരമായി നേരിടാൻ കഴിഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നു. കവിത ജലാവതാരം. തുള്ളിയായി പതിക്കുമ്പോൾ മഴയെന്നു പേരിട്ട് ജലമേ തുള്ളുന്നു കുട്ടികൾ. ആകാശത്തൊരു മുല്ലപ്പെരിയാർ തകരുമ്പോൾ പേമാരി എന്ന് വിറയ്ക്കുന്നു. ആകാശത്തൊരു മുല്ലപ്പെരിയാർ തകരുമ്പോൾ പേമാരി എന്ന് വിറയ്ക്കുന്നു. തലയ്ക്കു മുകളിൽ തൂങ്ങും ജലചന്ദ്രഹാസമേ മുറിയരുത്. കടലമ്മയെ ആര് ആദ്യം തൊടുമെന്ന് മത്സരിച്ചോടുന്ന കുട്ടികളെ പുഴ എന്ന് വിളിക്കുന്നു. പൗർണമിയുടെ മായിക നിലാവിൽ വാഴച്ചാലിൽ വാഴും 1000 ജലയക്ഷിക്കിടാങ്ങൾ പൊട്ടിച്ചിരിച്ച് മാടി വിളിക്കും. അതിരപ്പിള്ളിയിലെത്തുമ്പോൾ കണ്ണുപൊത്തി ഒരു ഒളിമ്പിക് ചാട്ടം. ലോങ് ജമ്പല്ല, ലോ ജമ്പ്. എത്ര മേലോട്ടെറിഞ്ഞാലും 4 കാലിൽ വീഴും കാട്ടുപൂച്ചയുടെ ലാഘവം. ഇമ്പം കയർക്കും കമ്പം കൊമ്പുയർത്തും ജലേതിഹാസം. കാഴ്ചയുടെ കേൾവിയുടെ ധന്യതയെന്ന്, വന്യതയുടെ സ്ഖലനമെന്ന് ഉരയാളി. ജലച്ചിരിയുടെ വിരിയലെന്ന് വരയാളി. വനദേവതയുടെ കണ്ണുനീർ ചാട്ടമെന്ന് ആദിവാസി. പതനത്തിൻ്റെ നടനമെന്ന് നാട്യവേദി. അഹന്തയുടെ വീഴ്ചയെന്ന്, താഴ്മയുടെ മഹിമയെന്ന്, മറുലോക ധൂളി പ്രസരമെന്ന്, ജലത്തിൻ്റെ ഓങ്കാരമെന്ന് വേദാന്തി. ജലേതിഹാസം. ഗൗരവമേറിയ വിഷയത്തെ സരസമായി തൃശ്ശൂർ ഭാഷയിൽ എഴുതിയ കവിക്ക് ആശംസകൾ. രമന വികാസ്. നന്ദി. കണ്ണമാഷ എന്തെങ്കിലും ചോദിച്ചു നോക്കി? അല്ല, ഞാനിപ്പോൾ നമ്മൾ കവിതയിൽ ഇപ്പോൾ വർഗീസാരണി മൊത്തം സാമൂഹ്യ വിഷയങ്ങളെക്കുറിച്ചാണ് സരസമായിട്ടാലും ഗൗരവമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മറ്റു വൈകാരികമായിട്ടുള്ള നമ്മുടെ പ്രണയം, അതുപോലുള്ള അങ്ങനെയുള്ള ചില മാതൃസ്നേഹം, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ, അത് കവിതയെ എന്തുകൊണ്ടാണ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കവിതകളുണ്ടെങ്കിൽ നമുക്ക് കേട്ടാൽ കൊള്ളാം. പ്രണയം ആവിഷ്കരിക്കാൻ എനിക്ക് കാര്യമായി കഴിഞ്ഞിട്ടില്ല. പ്രണയത്തെക്കുറിച്ച് ഒരു കവിത മാത്രമാണ് എനിക്ക് എഴുതാൻ കഴിഞ്ഞിട്ടുള്ളൂ. സമകാലിക കവികളിൽ പലരും ഏറ്റവും കൂടുതൽ എഴുതിക്കൊണ്ടിരിക്കുന്നത് പ്രണയത്തെക്കുറിച്ചാണ്. പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ അതത്ര കഴിഞ്ഞിട്ടില്ല. അങ്ങനെ എഴുതിയ ഒരു കവിതയാണ് ഇനിയല്ലേ പ്രണയം വരാൻ പോകുന്നു. നാട് വിട്ടു പോണെന്ന് പ്രണയം പറഞ്ഞു. പോസ്റ്റ് മോഡേൺ ബോക്സിലിടുന്ന ഒടുക്കത്തെ പ്രേമലേഖനം. അങ്ങേറ്റം സീരിയസ് ആയ പ്രേമം എനിക്കെന്തോ അത്ര സീരിയസ് ആയിട്ട് തോന്നുന്നില്ല. കവിതയുടെ പേര് പോസ്റ്റ് മോഡേൺ ബോക്സിലിടുന്ന ഒടുക്കത്തെ പ്രേമലേഖനം. സ്ത്രീയെ, നിന്റെ കത്ത് വായിച്ചു, മത്തുപിടിച്ചു, മറുപടി പൊട്ടിക്കുകയാണ്.
ഓരോ കത്തും അകത്തു നിന്ന് വരുന്നു, അകത്തേക്ക് പോകുന്നു. ഓരോ കത്തും തുറക്കുമ്പോൾ ഹൃദയം തുറക്കുന്ന കാലം അടഞ്ഞുപോയി. ഓരോ കത്ത് വൈകുമ്പോഴും ഉള്ളു കത്തിയിരുന്ന കാലം, വൈകി വരുന്ന കത്ത് വായിച്ച് കത്തലടക്കിയിരുന്ന കാലം, ഒരു ഗ്രാമഹൃദയം മുഴുവൻ തപാൽപ്പുരയിൽ തുടിച്ചിരുന്ന കാലം നിലച്ചുപോയി. എൻ്റെ കൈത്തണ്ടയിൽ നീ കെട്ടിയ സമയമാപിനിയിൽ മിടിക്കുന്നത് കാലമോ നിന്റെ ഹൃദയമോ? താളം തെറ്റിയോടുന്ന എൻ്റെ സൂചികളെ, കാലം തെറ്റിയോടുന്ന താളം തെറ്റിയോടുന്ന എൻ്റെ സൂചികളെ നീ കാലത്തിൽ തളച്ചു. എന്നിൽ നിലച്ചുപോയ കാലങ്ങൾക്ക് നീ തീ കൊടുത്തു. താവളമേതെന്നറിയാതെ സിഗ്നൽ കിട്ടാതെ വട്ടം കറങ്ങുകയാണ്, നട്ടം തിരിയുകയാണ് ശൂന്യാകാശത്ത് ഒരു വിമാനം. ഇടിച്ചിറക്കാൻ ധൈര്യമില്ലാതെ വിയർക്കുകയാണ് വൈമാനികൻ. നിബ്ബിലൂടെ കലിച്ചിറങ്ങുന്ന കറുത്ത മഷി ഒരു പെൺകുട്ടിയുടെ ധിക്കാരമാണ്. കണ്ടില്ലേ കണ്ണു വെട്ടിച്ച് കൈവെട്ടിച്ച് വെളുപ്പിൽ വരച്ച 2 കരിങ്കണ്ണുകൾ. ഇതിലൂടെ അവൾ കാണുന്നതെന്ത്? കൊതിച്ചതോ വിധിച്ചതോ പതിച്ചതോ? വിടരാൻ കൊതി മുട്ടിന്, പടരാൻ കൊതി വാസനയ്ക്ക്. കൊതിയാണോ ചതിയിലേക്ക് വഴിവെട്ടുന്നത്? നീയൊരു കരകുര പേനയാണ്. ചിലപ്പോൾ ചലിക്കാൻ മടി, ചലിച്ചാൽ നിലയ്ക്കാൻ മടി, ചിലപ്പോൾ ചിലയ്ക്കാൻ കൊതി. 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ തിളയ്ക്കുന്ന പ്രേമം അകത്ത്, 45 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്ന ദ്രവീഡിയൻ വെയിൽ പുറത്ത്. ബെൽറ്റാകാതെ നോക്ക് പൊന്നെ, നിവർത്തിയ കത്തി ചുരുക്കട്ടെ സ്നേഹപൂർവ്വം. സിഗ്നൽ കിട്ടാത്ത വിമാനം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും കവിത വിശദീകരിക്കാവുന്ന സംഗതി. പിന്നെ ഒരു കാര്യമുള്ളത്, പ്രണയ കവിതകൾ അതുകൊണ്ട് കവിതയാവുന്നില്ല എന്ന് ചോദിച്ചാൽ, നല്ല പ്രണയം ജീവിതത്തിൽ അനുഭവിക്കുന്നവർക്ക് ചിലപ്പോൾ പ്രണയ കവിത എഴുതാൻ പറ്റില്ല എന്ന് വരാം. കാരണം പ്രണയ കവിത എന്നുള്ളത് അവരുടെ ഒരു ഇതല്ല, അത് ജീവിതത്തിൽ അത് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പള്ളിയിലച്ചന്മാരും കന്യാസ്ത്രീകളൊക്കെ കവിത എഴുതായിരുന്നെങ്കിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രണയകവിത അവരെ കഴിയുന്ന വരികയാണ്. കാരണം പ്രണയത്തിൻ്റെ ഒരു തീ അവരുടെ ഉള്ളിലുണ്ടാവും. അത് നിഷേധിക്കപ്പെട്ടതാണ്. ഈ നിഷേധിക്കപ്പെടുമ്പോഴാണ് ആ നിഷേധത്തോടുള്ള പ്രതികരണമാണ് ചിലപ്പോൾ ഏറ്റവും രൂക്ഷമായിട്ട് പുറത്തേക്ക് വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ദാരിദ്ര്യമുള്ള ഒരാൾക്കുള്ള ജീവിതാസക്തി, അല്ലെങ്കിൽ മരണക്കിടക്കയിൽ കിടക്കുന്ന എല്ലാവരും വിചാരിക്കുന്ന അയാളുടെ ഒരു ജീവിതാസക്തി പോലെ ഉണ്ടാവില്ല. ആയുസ് ഇങ്ങനെ കുറേ കിടക്കുന്ന ആൾക്കാർക്ക് ജീവിക്കാൻ. അപ്പോൾ ഇതിങ്ങനെ അതുണ്ട്, ചെന്ന് നിൽക്കുന്നത് എവിടെയാണെന്നുള്ളതാണ്. അപ്പം ഞാൻ വർഗീസാരണി എന്താ പറയേണ്ടത്, ഒരു നിത്യപ്രണയിയായി ജീവിക്കുന്നത് കൊണ്ടാവാം അത് പറയേണ്ടത് ലീനയാണ്. ഇങ്ങനെ കവിതയിൽ അത് ഒഴിവാക്കിയത് വാക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടും ചിലപ്പോൾ അത് പ്രതിഫലിപ്പിക്കുന്നുണ്ടായിരിക്കാം. മറ്റൊന്നുണ്ട്, മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്താ വെച്ചാൽ, നമ്മുടെ ഉള്ളിലുള്ള ചില സംഗതികൾ നമുക്ക് ഒരിക്കലും പ്രകാശിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയാം. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവം. അത് പ്രണയത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റു പല ഉള്ളിനെ നമുക്ക് പ്രദർശിപ്പിക്കാതിരിന്നിട്ടാണ് എല്ലാ മനുഷ്യരും ജീവിക്കാൻ ശ്രമിക്കുന്നത്. കവികൾ മാത്രമാണ് അവരുടെ ഉള്ളിൽ തോന്നുന്നതും അതിനെ പെരുപ്പിച്ച് ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. കാണുന്ന കാഴ്ചകളേക്കാൾ കൂടുതൽ നിറങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാഴ്ചകൾ അവതരിപ്പിക്കുന്നത് കണ്ടതിനേക്കാൾ കൂടുതലാണ് എല്ലാ ചിത്രകാരന്മാരും അവതരിപ്പിക്കുന്നത്. അതിനൊരു ഭാവന കൊണ്ട് ചെയ്യുന്നത്. അപ്പം ഭാവനയിലേക്ക് പറത്തി വിടാത്ത പക്ഷിയാണ് വർഗീസാനിയുടെ പ്രണയം എന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് കുറേയൊക്കെ ശരിയാണ്. അത് മാത്രമല്ല, ഈ മറ്റ് സാമൂഹ്യ വിമർശനങ്ങളും രാഷ്ട്രീയ വിമർശനങ്ങളും ഏകാധിപത്യത്തിനെതിരെയുള്ള വിമർശനങ്ങളും ധാരാളം ആക്ഷേപഹാസ്യത്തിൽ ഉപയോഗിക്കുന്ന വർഗീസാനി പ്രണയ കവിത എഴുതുകയാണെങ്കിലും ആ ഒരു അറ്റാക്കിങ് സ്വഭാവം, അഗ്രസീവ് സ്വഭാവം വന്നെങ്കിലോ എന്ന് എഴുതിയിട്ട് ആ എഴുത്തിൽ നിന്ന് പതുക്കെ പിൻവാങ്ങുന്നുണ്ട്. കാരണം പ്രണയിക്കുന്നവർ പ്രണയിച്ചോട്ടെ, നമ്മളായിട്ട് ഉപദ്രവിക്കണം. പറയും കവിത മാസില് എനിക്കിപ്പോഴും വഴങ്ങാത്തൊരു മാധ്യമമാണ്. ഒരുപാട് കവിതയോടുള്ള അഭിനിവേശം വളരെ ചെറുപ്പം മുതലേ ഉണ്ടെങ്കിലും, ഇപ്പോൾ അമ്മയുടെ വീട്ടിൽ നിന്നാണ് ഞാൻ 8ാം ക്ലാസ് മുതൽ പ്രീ ഡിഗ്രി വരെ പഠിച്ചത്. അവിടെ അമ്മയുടെ അപ്പൻ എവിടുന്നോ വാങ്ങിക്കൊണ്ടുവന്ന, എടപ്പുള്ളി പെരുന്നാൾക്ക് പോയപ്പോഴും മറ്റും വാങ്ങിക്കൊണ്ടുവന്ന കാർൽമാൻ ചരിതം എന്ന് പറഞ്ഞൊരു പുസ്തകം വായിച്ചിട്ടാണ് ഞാൻ വായനയിലേക്ക് കടക്കുന്നത്.
അപ്പോൾ ആ അർത്ഥത്തിൽ ഞാൻ ഉപയോഗിക്കുന്ന ഭാഷയോടും എൻ്റെ എഴുത്തിനോടും ഒരു പരോക്ഷമായ കടപ്പാട് എൻ്റെ അപ്പാപ്പനോട്, അമ്മയുടെ അപ്പനോട് ഉണ്ട്. പിന്നെ പക്ഷെ കവിത എനിക്ക് വഴങ്ങിക്കിട്ടാൻ ഒരുപാട് കാലതാമസം ഉണ്ടായി. കാരണം എനിക്ക് ജന്മനാലുള്ള പ്രതിഭ വളരെ കുറവാണ്. അതുകൊണ്ട് ആ സിദ്ധി കുറവായതുകൊണ്ട് സാധന ഒരുപാട് കാലം ഒരുപാട് വേണ്ടി വന്നു. അങ്ങനെ സാധനയിലൂടെ ആണ് ഞാൻ ഇത് നേടിയെടുത്തത്. ഒരുപാട് വൈകി. ഇനി ഭാഷ വഴങ്ങിക്കിട്ടാനും ക്രാഫ്റ്റ് വഴങ്ങിക്കിട്ടാനും കാവ്യ സമീപനം ഉരുത്തിരിച്ചെടുക്കാനും ഒക്കെ ഒരുപാട് മറ്റ് കവികളെ അപേക്ഷിച്ച് മറ്റു പല കവികളും സിദ്ധി കൊണ്ട് അനുഗ്രഹീതരായ പല കവികളും പെട്ടെന്ന് അവരത് നേടിയെടുക്കുന്നുണ്ട്. പക്ഷേ എനിക്കത് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഞാൻ യഥാർത്ഥ കവിത അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ കവിതയിലേക്ക് ഇപ്പോഴും ഞാൻ എത്തിച്ചേർന്നിട്ടില്ല എന്നാണ്. ഞാൻ എൻ്റെ കവിതകളെ വിശകലനം ചെയ്യുമ്പോൾ, വിമർശനാത്മകമായി കാണുമ്പോൾ യഥാർത്ഥ കവിത എഴുതാനിരിക്കുന്നേ ഉള്ളൂ. അത് മരിക്കുന്നതിന് മുമ്പ് എഴുതാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. അത് കണ്ടെത്തുമ്പോൾ, അത് എഴുതി കഴിയുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൻ്റെ സാഫല്യം ഉണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പറയുമ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ ഇത് നമ്മുടെ കവിതയിലേക്ക് ഇങ്ങനെ ഒഴുകി വരുന്നൊരു വലിയ ജനത ശ്രദ്ധിക്കേണ്ട ഒരു വാചകം തന്നെയാണ് പരീക്ഷനെ പറഞ്ഞത്. സാധന എന്നുള്ളത് എന്ന് തോന്നുന്നത് എഴുതലല്ല. അതിനുള്ളിൽ കവിതയ്ക്ക് വേണ്ടി നാം നടത്തുന്ന ഒരു അർപ്പണമുണ്ട്. ആ അർപ്പണത്തിന് വേറൊരു ഭാഷയിൽ സാധന എന്നൊരു വാക്ക് പരീക്ഷന് പറഞ്ഞത്. ജന്മന നമ്മൾ എന്താണെന്നുള്ളതല്ല, കർമ്മണ നമ്മൾ എന്താണെന്നുള്ളതാണ്. മറ്റ് അഭയങ്ങൾ ജീവിതത്തിൽ ഇല്ലാതെ വരുന്നൊരു സമ്പൂർണമായ അരക്ഷിതാവസ്ഥയുടെ അനിശ്ചിതാവസ്ഥയുടെയും മുമ്പിലാണ് എല്ലാവരും കവിതയിലേക്ക് ഒഴുകി വരുന്നത്. യഥാർത്ഥ കവിത അങ്ങനെ വാക്ക് പരീക്ഷ ഉപയോഗിച്ചു. അങ്ങനൊന്നും ഉണ്ടോ എന്നുള്ള എനിക്ക് സംശയമാണ്. എല്ലാവരുടെയുമായ സർവസ്വീകാര്യമായ വ്യാഖ്യാനങ്ങളും വിഷയങ്ങളും വരുന്നൊരു കവിത ഉണ്ടാകുമോ എന്നുള്ളത് പറയാൻ വയ്യ. ഇല്ലാതെ എനിക്ക് തോന്നുന്നു. ചിലർക്ക് കവിത മുന്തിരിച്ചാറാണ്, ചിലർക്കത് ഔഷധമാണ്, ചിലർക്കത് മെതിയടിയാണ്, നടന്ന് സഞ്ചരിക്കാൻ, ചിലർക്കത് ചിറകാണ്, ചിലർക്കത് ഇണയാണ്, തുണയാണ്, ചിലർക്കത് തീക്കരലാണ്. കവിതയിലേക്ക് കായെടുത്ത് വെക്കുമ്പോൾ പൊള്ളുന്നവരുണ്ട്. അത്തരം പല അനുഭവങ്ങളും എനിക്കുണ്ട്. കവിത നമ്മളെ സ്വസ്ഥമായ ഒരു കിടക്കയിൽ നിന്ന് വിളിച്ചെണിപ്പിച്ചു കൊണ്ടുപോയി തീയിൽ നിർത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അനുഭവം. അപ്പോൾ പലതായിട്ടാണ് കവിത വരുന്നത്. കവിത നമുക്ക് വഴങ്ങില്ല. കവിത നമുക്ക് വഴങ്ങിയല്ല നിൽക്കുക. നമ്മൾ കവിതയുടെ പരിസരത്ത് കൊണ്ട് കവിതയെ ഒന്ന് മെരുക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് അതീതമായിട്ടൊരു വലിയ സംഭവമാണ്. നമുക്ക് നമ്മുടെ കാലത്തിനും നമ്മുടെ കുലത്തിനൊക്കെ അതീതമായി നിൽക്കുന്നൊരു വലിയ സംഗതിയാണ് കവിത എന്നാണ് എനിക്ക് തോന്നുന്നത്. കവിത എന്താണ് എന്ന് വിവരപ്പെടാതെ നാം നമ്മുടെ ഉള്ളിലേക്കും പുറത്തേക്കും എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വാക്കിന് മുന്നിൽ തോൽപ്പിക്കുക. ഇനി പ്രണയ കവിതകളുടെ ഒരു രീതിയിൽ ഇപ്പോൾ കീറ്റ്സൊക്കെ നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുന്ന അൺഫുൾഫിൽഡ് ലവ് എന്നുള്ളത് തന്നെയാണ്. അത് ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞോളൂ, യാത്രയാണെന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ വന്നിട്ടുള്ള ഒരുപാട് പ്രണയ കവിതകളുടെ പ്രശ്നം ഈ പറഞ്ഞ എന്തോ നഷ്ടബോധത്തിൻ്റെ കാര്യങ്ങൾ വെച്ചിട്ട് ഒന്നിൽ ക്രിയേറ്റ് ചെയ്തിട്ടെങ്കിലും അത് കവിതയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കംപ്ലീറ്റായിട്ട് നമ്മൾ സഫലീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കവിത എഴുതാൻ പറ്റാണ്ട് വരും. അപ്പം മുറിവുകളും കാര്യങ്ങളും വേദനകളും ഏകാന്തതൊക്കെ വന്നാൽ തന്നെ പ്രണയ കവിതയ്ക്ക് സാധ്യതയുള്ളൂ. ഇല്ലെങ്കിൽ വിരഹം അങ്ങനെയുള്ള. അപ്പോൾ അതല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യും. കവിതയ്ക്ക് വേണ്ടിയെങ്കിലും ആവശ്യമില്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് പരിഹരിക്കുന്ന പോലെ തോന്നാറുണ്ട് പല കവിതകളും. എല്ലാ പ്രണയ കവിതയും പരാജയമാണെന്നാണ്, മഹാപരാജയമാണെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. കാരണം എല്ലാ അനുഭവങ്ങളും ഭാഷയ്ക്ക് അതീതമാണ്. പ്രണയം എന്നുള്ളത് മറ്റേത് അനുഭവത്തെക്കാളും ഭാഷയ്ക്ക് അതീതമായ ഒരു അനുഭവമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രണയത്തെ ഭാഷയിലേക്ക് വാറ്റിയോ ഊറ്റിയോ എടുക്കാൻ ശ്രമിച്ചാലും മറ്റേത് അനുഭവത്തെക്കാളും അതിലേക്ക് അതിൻ്റെ ഊറ്റും വാറ്റൊക്കെ വളരെ കുറച്ചേ വരുള്ളൂ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ തീവ്രമായ പല പ്രണയ കവിതകൾ ഉണ്ട് എങ്കിലും യഥാർത്ഥത്തിൽ അവർ അനുഭവിച്ച അത് എവിടെ, ആ കവിതയിൽ ചാലിക്കപ്പെട്ടത് എത്ര എന്ന് നോക്കുമ്പോഴാണ് അത് മനസ്സിലാവുക. കൂടുതൽ ആവിഷ്കാരത്തിന് സാധ്യതയുള്ളതും വിപ്രലംബമാണ്.
അതെ. വിരഹമാണ്. ആ. അത് കവിതകൾ നോക്കിയാൽ കവിയുടെ അളവിൽ ഏറെ ദുഃഖങ്ങളാണ്. സന്തോഷമുള്ള കവിത വളരെ കുറവുള്ളൂ. മധുരം ലഡു വെച്ചിട്ടുള്ള കവിതകൾ കുറച്ചേ ഉള്ളൂ. ബാക്കി മുള്ളും തീയുമാണ് കവിത ഒരു ലോകത്ത് മുഴുവൻ നിൽക്കുന്നത്. അപ്പോൾ അത് ഉണ്ട്. അത് പ്രണയത്തിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്. ഏതൊരു പ്രണയ കവിതയുടെയും പശ്ചാത്തലമായിട്ട് നിൽക്കുന്നത് അതിതീവ്രമായൊരു വിപ്രലംബമാണ്. അതിൽ നിന്നാണ് കവിതയായിട്ട് വരുന്നത്. നമ്മൾ നോക്കിയാൽ സന്ദേശ കവികളിലോ പ്രണയകവിത എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എടുക്കാവുന്ന ഏത് കവിത എടുത്താലും പശ്ചാത്തലത്തിൽ നിൽക്കുന്നത് വിരലാണ്. നടുക്ക് ഒരുപാട് മുള്ളുകളുടെ ഇടയിൽ വിരിഞ്ഞു വരുന്നൊരു ചെറിയ ഒരു കുന്നുമണി പൂവാണ് പ്രണയം എന്ന് പറയുന്നത്. അവിടേക്ക് നമ്മൾ എത്തിയെന്ന് വരില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. അതൊരു ജീവിതത്തെക്കുറിച്ച് പറയുമ്പോഴും മരണമാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുക. ആ പശ്ചാത്തലത്തിലാണ് ജീവിതത്തെക്കുറിച്ച് പറയുന്നതെല്ലാം പ്രസക്തമായി തീരുന്നത്. ഇവിടെ വീണ്ടും ഇടപെടലുകളുണ്ട്. വർഗീസ് ആന്റണിയുടെ ഗഹനമായ ജ്ഞാനം കവിതയിലും പഠനത്തിലും കാണാം. കവിത വരുന്ന വഴി സ്വയം വെട്ടിയത് എന്നും കാണാം. അജയഘോഷ് നാരായണൻ. അജയ് മാഷ്ക്ക് നന്ദി. അങ്ങനെ ഇതൊരു അവാർഡായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. അതിനിടയിൽ ശ്രീജാബിതു ഒരു കമന്റ്, ഞങ്ങളുടെ തൃശ്ശൂർക്കാരനായിട്ടുള്ള കവിനെ ഞങ്ങൾക്ക് ഉടനെ തിരിച്ചു തരണമേന്ന്. അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇവിടുന്ന് പറിച്ചു നട്ടിട്ടേ അടിച്ചു മാറ്റി കൊണ്ടുവരുന്നത് ഇങ്ങോട്ട് ഞങ്ങൾക്ക് തിരിച്ചു വേണം. അപ്പൊ അങ്ങനെ അജിത രാജൻ, അനിത ജയരാജ്, ID രഞ്ജിത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ, സജീവ് കുമാർ പാലിശ്ശേരി, ശ്രീജ വിധു, സലീം കുളത്തിപ്പടി പിന്നീട് ആശംസകൾ നേർന്നവരാണ്. എല്ലാവർക്കും നന്ദി. എല്ലാവരും ലൈവായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ലൈവ് മുറിയുന്നുണ്ട്, നിവൃത്തിയില്ല. നമ്മള് വറീസാനിയും ഭയങ്കര കവിതയുടെ കാര്യത്തിൽ ഭയങ്കര റേഞ്ചാണ്, പക്ഷെ നെറ്റിന്റെ കാര്യത്തിൽ ഇത്തിരി റേഞ്ച് കുറവുണ്ട് സ്ഥലത്ത്. അതുകൊണ്ട് ഇടയ്ക്ക് അതെ നമ്മള് നെറ്റ് കൊണ്ടുവന്നു എയർടെല്. എന്നാൽ നമ്മള് വേറെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ ഇടാം, സെപ്പറേറ്റ് ഇടാം. പറഞ്ഞു ഇനി 1-2 കവിത കൂടി വായിച്ചിട്ട് ഒരു കവിത കൂടി വായിച്ച് നമുക്ക് 1 മണിക്കൂർ 5 മിനിറ്റായി. ചാക്കോടി നന്ദി രേഖപ്പെടുത്തും ചെയ്യാം. ഇനി ഓണക്കൂത്ത് കവിതക്കൂത്ത് വേണോ അതോ വേണോ? ഇഷ്ടമുള്ളത് കവിത എന്ത് ചെയ്യാം? കവിതക്കൂത്തിൽ വെള്ളിയാഴ്ച മാത്രമല്ല വള്ളത്തോടുള്ള ഒരു ആദരാഞ്ജലി കവിതക്കകത്ത് വരുന്നുണ്ട്. ബിന്ദു തേജസ്, എവിടെയായാലും കവിത ഉണ്ടാവട്ടെ. നന്ദി. ചാക്യാർകൂത്തിൻ്റെ ഭാഷയും അവതരണ രീതിയും ഉപയോഗിച്ച് 10-12 കൊല്ലം മുമ്പ് എഴുതിയ ഒരു പരീക്ഷണ കവിതയാണ് കവിതക്കൂത്ത്. വള്ളത്തോളിൻ്റെ എൻ്റെ ഭാഷ എന്ന കവിതയിലെ അവസാന ഖണ്ഡമാണ് കവിതക്കൂത്തിന് ആസ്പദമായിട്ട് എടുത്തിട്ടുള്ളത്. ഏറെ വാക്കെന്തിന് നാളെ മുതൽക്കിനി കൈരളി തൻ്റെ ഗൃഹാങ്കണത്തിൽ പാണ്ഡിത്യഭിക്ഷയ്ക്കായി വന്നവർ ഭണ്ഡം നിറച്ച് തിരിച്ചുകൂടൂ. കേടറ്റൊരൗദാര്യ ശീലത്തിലെന്നേ കേളി കേട്ടുള്ളവർ കേരളീയർ. കേടറ്റൊരൗദാര്യ ശീലത്തിലെന്നേ കേളി കേട്ടുള്ളവർ കേരളീയർ. കേളി കേട്ടുള്ളവർ കേരളീയർ. എന്തിനാണ് അധികം പറയുന്നത്? നാളെ മുതൽ മലയാള ഭാഷയുടെ വീട്ടുമുറ്റത്ത് പാണ്ഡിത്യമാകുന്ന ഭിക്ഷ ചോദിച്ചു വരുന്നവർക്ക് വാരിക്കോരി കൊടുക്കണം, പിശുക്കരുത്. ഔദാര്യത്തിൻ്റെ കാര്യത്തിൽ കേരളീയർ പണ്ട് മുതലേ പ്രശസ്തരാണല്ലോ. ഇനി ചാക്യാർ കവിതയുടെ ഒരു ഭാഗം മാത്രം അവതരിപ്പിക്കുന്നുള്ളൂ. പിന്നെ കേടറ്റൊരൗദാര്യശീലം എന്ന് മഹാകവി പറയണ്ടായല്ലോ. കിട്ടിയോർക്ക് കേടൊന്നുമില്ല, കൊടുത്തോർക്കാ കേട് മുഴുവൻ. കേട്ടിട്ടില്ലേ പണ്ടൊരു ദാനവൻ, മഹാബലി എന്നൊരു ദാനവൻ ദാനം ചെയ്ത് നിൽക്കക്കള്ളിയിലാണ്ടായത്, നിൽക്കാൻ കള്ളിയിലാണ്ടായത്. ഭൂമിയോളം താഴുക എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ പാതാളത്തോളാണ് താന്നത്. അങ്ങനത്തെ ഒരു വേതാളത്തിൻ്റെ കയ്യിലാണ് പെട്ടതേ. ഇങ്ങനെ തലമറന്ന് ദാനം ചെയ്യരുത്. കാര്യക്ക് ശരിയാണ്, താഴ്ത്തപ്പെട്ട മഹാബലി വാഴ്ത്തപ്പെട്ടവനായി, ഹീറോ ആയി. അപ്പം ജനങ്ങളുടെ കാര്യമോ അവറ്റങ്ങാ സീറോ ആയില്ലേ? ആദി സോഷ്യലിസം കുന്തായില്ലേ? അതെന്താ ആരും മിണ്ടാത്തെ?
3 സ്ക്വയർ ഫീറ്റ് മണ്ണിലെ രാഷ്ട്രതന്ത്രപരമായ ചതി മഹാബലി മനസ്സിലാക്കിയില്ലല്ലോ ഭഗവാനെ. 3 അടി കരണകുറ്റിക്കായിരുന്നു കൊടുക്കേണ്ടത്. ഏതു പ്രശ്നത്തിലുമുണ്ട് ഭാഷാശാസ്ത്രപരമായൊരു തിരിമറി. ഇവിടെയുണ്ട്. ചോദിച്ച 3 അടിയുടെ അർത്ഥം കൊടുക്കാൻ നേരായപ്പോഴേക്കും തകിടം പറഞ്ഞു. വാക്കും അർത്ഥവും തമ്മിലൊരു കിടധീം ധീം. ഇതാണല്ലോ കവിത എന്ന് പറയണത്. ഇത് വാക്കും അർത്ഥവും തമ്മിലൊരു കിടധീം ധീം. അപ്പോ ഭാഷാശാസ്ത്രം കൊണ്ടാണ് വാമനൻ മഹാബലിനെ ഒരു അരുക്കാക്കിയതെന്നർത്ഥം. എന്നാലും ഇങ്ങനെയുണ്ട് ഒരു ചക്രവർത്തി. വല്ലോ എൻ്റെ തല കൊയ്യണേന് പകരം സ്വന്തം തല കൊയ്യാൻ കൊടുക്കേ. ചക്രവർത്തിമാർക്കിടയിൽ ആദ്യത്തെ രക്തസാക്ഷി, അതും വാക്ക് പാലിക്കാൻ വേണ്ടിയാണ്. ഹോ, വാക്കിനോട് ഇത്രയും പ്രതിബദ്ധത ഒരു നക്സലൈറ്റ് കവിക്ക് ഉണ്ടാവില്ല കേട്ടോ, ഒരു മാവോയിസ്റ്റ് കവിക്ക് ഉണ്ടാവില്ല കേട്ടോ. എന്നാലും ആ വാമനൻ്റെ ഒരു ബ്രാഹ്മണിക്കൽ ഫാൻസി ഡ്രസ്സും കൊടച്ചക്രവും മിനിമം മണ്ണിനെ 6 അടിയിൽ നിന്ന് 3 അടിയാക്കി വെട്ടിച്ചുരുക്കി മഹാബലിയുടെ 16 അടിയന്തരം കഴിച്ചില്ലേ ശപ്പൻ, റിയൽ എസ്റ്റേറ്റ് മാഫിയുടെ അപ്പൻ. ഇത് മിനിമം മണ്ണിനെ 6 അടിയിൽ നിന്ന് 3 അടിയാക്കി വെട്ടിച്ചുരുക്കി മഹാബലിയുടെ 16 അടിയന്തരം കഴിച്ചില്ലേ ശപ്പൻ, റിയൽ എസ്റ്റേറ്റ് മാഫിയുടെ അപ്പൻ. അല്ല, ഇങ്ങനെയൊക്കെ ഉണ്ടായണ്ടല്ലേ ഓണം ഉണ്ടായത്. ഉണ്ടായില്ലെങ്കിലോ ആലോചിക്കാനേ വയ്യ. അതെ, ആലോചിക്കാൻ വയ്യാണ്ടായ നിർത്തന്നെയാ നല്ലത്. നിർത്തിയിട്ടോ കവിത കൂത്ത്. അപ്പോൾ ഈ സമയം നിർത്തിയായി. ഭയങ്കര ആക്ഷൻ പാക്ഡ് ആണത്. അതിങ്ങനെ കവിത കൊണ്ട് നമ്മൾ ഒരുപാട് ചിന്തകളിലേക്ക്, ശരിക്കും പറഞ്ഞാൽ ഇതിലത്തെ ഓരോ വരിയും നമ്മളെ ചിന്തയുടെ വലിയ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. വാക്കുകൾക്ക് പുതിയ അർത്ഥം വരുന്നു, പുതിയ കൽപ്പന വരുന്നു. ഇന്നലെ വായിച്ച ചരിത്രമല്ല, പുരാണമല്ല, ഇതൊക്കെ മാറുന്നു. എല്ലാം തകിടം മറിയുന്നൊരു കാഴ്ചയാണ് വർഗീസാറിനകത്തുള്ളത്. അതൊരു തലകുത്തി മറിയൽ ഈ കവിതയ്ക്കകത്ത് നടക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെയാണ് ഇന്നാണ് ഈ പരിപാടി നടത്താൻ തീരുമാനിച്ചത്. യാതൊരു മുന്നറിയിപ്പില്ലാതെ കാലത്ത് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. 26-ാം തീയതി പോവുകയാണ്. അപ്പം നമുക്കൊന്ന് കൂടിയിരിക്കാൻ സമയം, ആവശ്യക്കാർക്ക് ഒന്ന് കൂടിയിരിക്കാനോ ഒരു ഷെയ്ക്കൻഡ് കൊടുത്ത് പറഞ്ഞയക്കാനോ വലിയൊരു അന്തരീക്ഷമില്ല. അപ്പം എന്താ ചെയ്യാൻ പറ്റുക വെച്ചാൽ ഓൺലൈനിൽ കൂടിയിരിക്കാം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒന്ന് ആലോചിച്ച് കൈപ്പറ്റാം. സ്വാഭാവികമായിട്ട് വർഗീസാറിനെ ചെയ്യട്ടെ. അപ്പം എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം കാണണ്ട, ദിവസമില്ല, നാളെ ഞാനില്ല, മറ്റന്നാളില്ല. നോക്കിയപ്പോൾ ഇവർക്കാണെങ്കിൽ പോകുന്നതിൻ്റെ ബാണ്ടം മുറുക്കണ്ടേ, 2 കൊല്ലത്തേക്കുള്ള മുറുക്കലാണ്. അപ്പം ഇന്ന് കുറേ സമയം ശരിയാവാറുണ്ട്. അപ്പോൾ പിന്നെ തീരെ സമയമില്ല. അപ്പം നടക്കില്ലയോ, പെട്ടെന്നാണ് ഇന്ന് തന്നെ ആവാൻ തീരുമാനിച്ചത്. ഒരു ഷോർട്ട് നോട്ടീസ്, വിളിക്കേണ്ട ആൾക്കാരെ വിളിക്കാനോ ഈ മീറ്റിംഗ് വിളിക്കേണ്ട ആൾക്കാരെ തന്നെ വിളിച്ചറിയിക്കാനോ പറ്റാനാണ് നമ്മൾ സംഘടിപ്പിച്ചത്. പക്ഷേ എന്നാലും വന്നു. വർഗീസാറിൻ്റെ വീട്ടിൽ വന്നു. വർഗീസാറിൻ്റെ വീട്ടിൽ ഞാൻ 3-ാമത്തെ പ്രാവശ്യം വരുന്നത്. ഇവിടെ ആദിത്യം സ്വീകരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് വരുന്നു. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഒരു സ്വന്തം ഇടം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. എന്തായാലും വീണ്ടും വന്നു. ഈ നല്ലൊരു വീട്, നല്ല പച്ചപ്പും നിറയെ ചക്കയുള്ള പ്ലാവും ധാരാളം പൂക്കളുള്ള ചെടികളും ഒക്കെ കൂടിച്ചേർന്ന ഒരു ഭയങ്കരമായൊരു പച്ചപ്പിൻ്റെ സ്ഥലമാണ്. ഈ സ്ഥലം ഉപേക്ഷിച്ച് ഈ വീട് ഉപേക്ഷിച്ചല്ല, ഇവിടെ വിട്ട് അവരെവിടേക്കാണ് പോണത്. എന്നിട്ട് പോകുന്നിടം ഇതിനേക്കാൾ സന്തോഷം അവർക്ക് തരാൻ പറ്റട്ടെന്ന് അവരുടെ ഒരു ജ്യേഷ്ഠ സഹോദരൻ നിലയ്ക്ക് ഞാൻ ആശ്ലേഷിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു. ഇന്നത്തെ ഈ മനോഹരമായ അതീവ ഹൃദ്യമായ ഒരു കൂടിച്ചേരലിന് കവിമുറ്റത്തിന്, വർഗീസാറിൻ്റെ കവിമുറ്റത്തിന് ഔപചാരികമായി നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി ചാക്കോടി അന്തിക്കാരനെ ക്ഷണിക്കുന്നു. പെട്ടെന്ന് പറഞ്ഞാൽ മതിയാ? അല്ല, ഇവിടെ കാണണം. ഇവരാ ശരിയിൽ വരുന്നത് രൂപങ്ങളുണ്ട്, പോകും കാണണ്ട. തീർച്ചയായിട്ടും വളരെ സമ്പന്നമായിട്ടുള്ള ദിവസം എന്ന് പറയാം. കവിത കൊണ്ട് സമ്പന്നമായ ദിവസമാണ്. വളരെ സഡനാണ്, എല്ലാം വളരെ പെട്ടെന്നാണെന്ന് രാവണി മാഷൊരു കവിതയുണ്ട്. അതുപോലെ തന്നെയാണ് സംഭവങ്ങൾ. പെട്ടെന്നാണ് കാര്യം തീരുമാനിക്കുന്നത്. ഈ പറഞ്ഞ പോലെ വൈകുന്തോറും എത്തിപ്പെടാതെ ഇരിക്കും. ഓരോ ദിവസങ്ങളിൽ ഓരോരുത്തർ എൻഗേജഡാണ്. പക്ഷേ ഒരുപാട് പേര് നമുക്ക് ഇതിനകത്ത് കയറി വന്നു. നമ്മുടെ 8 മണിക്ക് ശേഷം ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ മുപ്ലിയത്തുള്ള അല്ലേ സ്ഥലം,
വർഗീസാനയുടെ വീട്ടില് വർഗീസാനയുടെ വൈഫ് ലീന, മകൻ ആദിത്യനുണ്ട്. ഞങ്ങൾ രാവണി മാഷ അധ്യക്ഷതയിലാണ് ഈ യോഗം കൂടിയത്. സ്വാഗതം കണ്ണൻ മാഷ് പറയുന്നു. അതിനു മുമ്പ് തിയോ മുല്ലനേഴി മാഷ് ഇല്ലന്നിറ പാടുന്നു. പിന്നെ ഈ പ്രതികരിച്ചവരുടെ ലിസ്റ്റ് മൊത്തത്തിൽ വായിക്കാം. ഒന്നും കൂടി എല്ലാവർക്കും കൂടി നന്ദി പറയുന്നു. സ്വാഗതം പറഞ്ഞ കണ്ണൻ മാഷക്ക് അധ്യക്ഷത വഹിച്ച രാവണി മാഷ് സ്വാഗത ഗാനം, മുല്ലമാഷയുടെ ഗാനം പാടിയ തിയോ, എല്ലാവർക്കും ആദ്യം വർഗീസാനിന് ഗംഭീരമായിട്ട് തന്നെ പ്രസന്റ് ചെയ്തു. ഒരു നവരസങ്ങൾ ചേർത്തുകൊണ്ടുള്ള ഒരു കവി ആണ്. വർഗീസാനിന്റെ ഉള്ളിൽ എവിടെ ഒരു ആക്ടറും കൂടി ഉണ്ട്. വളരെ ചലനാത്മകമാണ് വർഗീസാനിയുടെ കവിതകൾ. എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് കിടക്കുകയാണ്. ഞാൻ പലപ്പോഴും ഞാൻ 1-2 സ്നാപ്പായിട്ട് ചെയ്തെന്ന് തോന്നുന്നു. നമുക്കത് അതിനകത്ത് കയറിയിട്ട് ഒരുപാട് ഇടപെടാൻ പറ്റുന്ന വെറും ലിറ്ററേച്ചർ മാത്രമല്ല, അത് സാമൂഹ്യ വിമർശനം വരുമ്പോൾ അത് കുറേ കൂടെ ആക്ഷൻ പാക്കറാണ്. ഈ തല്ലുക, ഇടിക്കുക, ചിരിക്കുക, ഓടുക, അങ്ങനെ ഒരുപാട് ഈ വെർബുകളായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഇത് വരുന്നുണ്ട്. അതിനകത്ത് വേഡിങ് വരുന്നുണ്ട്. അത്തരം വേഡിങ് വരുമ്പോൾ നമുക്ക് അഭിനേതാക്കളെ സംബന്ധിച്ച് അതിനകത്ത് സാധ്യതകൾ ഒരുപാടുണ്ട്. പിന്നെ കൂട്ടത്തിൽ സാമൂഹ്യ വിമർശനം എന്നും കൂടി വരുമ്പോൾ അത് ഗംഭീരമാണ്. ഒരുപാട് ഞാൻ നേരത്തെ ഇപ്പോൾ കേട്ട കവിതകളിൽ തന്നെ എനിക്ക് തോന്നുന്നു പലതും സ്റ്റേജ് പെർഫോമൻസിൽ തന്നെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഗതികൾ. അപ്പോൾ എന്തായാലും ഇന്നത്തെ കവിമുറ്റം ഗംഭീരമായി. ഇവിടെ വന്നിരിക്കുന്ന കുടുംബങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളിവിടെ ജിനേഷ് കുമാർ എരമം മുതൽ സുനിൽ മുക്കാട്ടുകര, മാണിയംകുളം, കെ സുബ്രൻ, രേഖ സജീവൻ, റീബ പോള്, വിനോദ് വക്കയിൽ, സുധീഷ് ചന്ദ്ര സഖാവ്, ശ്രീജ അരിമ്പത്തൊടി, ശ്രീനന്ദിനി സജീവ്, ഗംഗാദേവി, ദർശന, ഗീത ടി, നിസ നാസർ, ദീപ കരുണൻ, UK സുരേഷ് കുമാർ, വിപിൻ VP, ഡോക്ടർ പ്രമോദ് K നാറാത്ത്, രമന വികാസ്, ജിനൻ E, ഡോക്ടർ അജയ് നാരായണൻ, ബിന്ദു തേജസ്, BC ഹരിദാസ്, രഞ്ജി P ആനന്ദ്, റാം PK, പ്രകാശ് നെഞ്ചക്കുണ്ട്, അച്യുത രാജൻ, അനിത ജയരാജ്, ID രഞ്ജിത്ത്, സജീവ് കുമാർ പലിശ്ശേരി, ശ്രീജ വിധു, സലീം കൊളത്തിപ്പടി, പിന്നെ രാജേഷ് ചന്ദ്രൻ TA ഗിരിജ, സിന്ധു K വാര്യർ, സിംസൺ ഇബ്രു, ജയറാം വാഴൂർ, ഇനിയും വന്നുകൊണ്ടിരിക്കേണ്ടായിരിക്കും. എന്തായാലും എല്ലാവർക്കും നന്ദി. പരമാവധി നമ്മുടെ ഈ ഫേസ്ബുക്ക് ഈ കാവ്യശിഖ എഴുത്തോരത്തിലാണ് ഇപ്പോൾ ഇത് ലൈവ് പോകുന്നത്. ഇടയ്ക്ക് ലൈവ് മുറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു അന്തരീക്ഷമാണല്ലോ ഇതിൻ്റെ അകത്ത്, റേഞ്ചിനനുസരിച്ചാണ്. എയർടെലിൻ്റെ വൈഫൈ ഓൺ ചെയ്ത് വെച്ചിട്ടും അൺലിമിറ്റഡ് ഡാറ്റ കേട്ടിട്ടും മുറിഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല. ഉള്ള ലിങ്കുകൾ ഇപ്പം തന്നെ നിങ്ങൾ ഷെയർ കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ കൊണ്ടിടുക. ഇനി ഈ യൂട്യൂബിലേക്ക് നമ്മൾ ഇപ്പം ഫുൾ ഷൂട്ട് ചെയ്തത് ഇന്ന് രാത്രി തന്നെ യൂട്യൂബിൽ ഇടുന്നു. കാവ്യശിഖയുടെ യൂട്യൂബിൽ ഇടുന്നു. എല്ലാ കവി സുഹൃത്തുക്കൾക്കും, വർഗീസാനിക്കും കുടുംബത്തിനും കാവ്യശിഖയ്ക്കും വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. ലോഡ് ഓഫ് താങ്ക്സ്. ഒരു ഹാപ്പി ജേണി എല്ലാവർക്കും നേരുന്നു. അവിടെ ഇരുന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് അതിശക്തമായ ആക്ഷേപഹാസ്യ കവിതകൾ അവിടെ നിന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വർഗീസാനെ കേരളത്തിൽ നിന്നുകൊണ്ട് നടത്തുന്ന കാവ്യമുറ്റോടെ സമാപിക്കുകയാണ്. ഇനി ജർമ്മനിയിൽ ഇരുന്നുകൊണ്ടും പിന്നെ അത് കഴിഞ്ഞ് ഇറ്റലിയിൽ ഇരുന്നും കവിമുറ്റം നടത്തും. അവിടെ മുറ്റം ഉണ്ടാവില്ല അല്ലേ? നമുക്ക് മാറ്റാം, മൈതാനം, കൂട്ടിമുട്ടാം. കൂടുതൽ സന്തോഷകരമാവട്ടെ. പുതിയ യാത്ര, പുതിയ ഇടങ്ങൾ, അതെല്ലാം വലിയ പ്രചോദനമായി, വലിയൊരു ഓർമ്മയായിട്ട് മാറട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി, കാവ്യശിഖയ്ക്ക് മാത്രമല്ല വർഗീസാനയുടെ ശിഷ്യസമ്പത്തിനും അതിവിപുലമായ സുഹൃത്ത് വലയത്തിനും എല്ലാവർക്കും വേണ്ടി ഞാൻ എല്ലാ തരത്തിലുള്ള യാത്രാമംഗളങ്ങളും ആശംസകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാജേന്ദ്രൻ പുൽപ്പള്ളി, ജയന ചക്കാമഠത്തിൽ, മണിയങ്കൾ പറഞ്ഞ അവസാന വാക്കുകൾ. എല്ലാ സുഹൃത്തുക്കളോടും വിട. നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം വിട. ഷോർട്ട് ബ്രേക്ക്. ഷോർട്ട് ബ്രേക്ക്. ഓക്കെ. ഇന്നും ഭക്ഷണം